നമസ്കാരം. എല്ലാവർക്കും ടെൽനെറ്റിന്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് +1 കമ്പ്യൂട്ടർ സയൻസിന്റെ ഡേറ്റ റെപ്രസെന്റേഷൻ ആൻഡ് ബൂലിയൻ ആൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ ഈ ഡേറ്റ റെപ്രസെന്റേഷൻ ആൻഡ് ബൂലിയൻ ആൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ആദ്യ പാർട്ടായ ഡേറ്റ റെപ്രസെന്റേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് നോക്കാനുള്ളത് അതിന്റെ സെക്കൻഡ് പാർട്ടായ ബൂലിയൻ ആൾജിബ്രയാണ്. ഇത് ഈ രണ്ട് പാർട്ടും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമുക്കറിയാം ഡേറ്റ റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന പാർട്ടിൽ നമ്മൾ എന്താണ് പഠിച്ചത്? കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്, അല്ലെ? ഏത് രീതിയിലാണ് കമ്പ്യൂട്ടർ ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് ഒരൊറ്റ സെന്റൻസിൽ ഇതിന്റെ ആൻസർ പറയാം. ഏത് തരം ഡേറ്റയാണെങ്കിലും കമ്പ്യൂട്ടർ റെപ്രസെന്റ് ചെയ്യുന്നത് 1ഉം 0ഉമായിട്ടാണ് എന്നുള്ളിടത്താണ് നമ്മൾ പഠിച്ചു നിർത്തിയിരിക്കുന്നത്, അല്ലെ? എന്ത് തരം ഡേറ്റയെയും കമ്പ്യൂട്ടർ റെപ്രസെന്റ് ചെയ്യുന്നത് 1ഉം അതുപോലെ 0ഉമായിട്ടാണ്, അതായത് വൺസ് ആൻഡ് സീറോസ്. ഈ 1ഉം 0ഉം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന് അകത്ത് രണ്ട് വോൾട്ടേജ് ലെവലുകളെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന രണ്ട് കൺസെപ്റ്റ് ആണ്. കമ്പ്യൂട്ടറിനകത്ത് വെച്ചാൽ നമുക്ക് 1ഉം 0ഉം കാണാൻ പറ്റില്ല. അവിടെ രണ്ട് വോൾട്ടേജ് ലെവലാണ്, ഒരു ഹൈ വോൾട്ടേജും ഒരു ലോ വോൾട്ടേജും. നമ്മൾ അതിനെ 1 എന്നും 0 എന്നും പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ നമ്മൾ അതിൻ്റെ അകത്ത് കുറെ കാര്യങ്ങൾ കണ്ടു. ഡേറ്റ റെപ്രസെന്റേഷൻ്റെ അകത്ത് എങ്ങനെയാണ് നമ്മൾ 1ഉം 0ഉം അല്ലാത്തൊരു ഡേറ്റയെ 1ലോട്ടും 0ലോട്ടും കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഡേറ്റ റെപ്രസെന്റേഷനിൽ മൊത്തത്തിൽ കണ്ടത്, അല്ലേ? അപ്പോ ഇനി നമ്മൾ ഡേറ്റയെ റെപ്രസെന്റ് ചെയ്താൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? നമുക്ക് ആ ഡേറ്റയെ പ്രോസസ് ചെയ്യാനും കഴിയണം, ശരിയല്ലേ? ഇപ്പൊ കമ്പ്യൂട്ടറിന്റെ ജോലി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടറിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഡേറ്റ പ്രോസസ്സിംഗ് ആണ്, അല്ലെ? ഡേറ്റയെ പ്രോസസ് ചെയ്യുക. ഡേറ്റയെ പ്രോസസ് ചെയ്താൽ എന്ത് കിട്ടും? മീനിങ് ഫുൾ ആയിട്ടുള്ള ഡേറ്റ കിട്ടും. അതിനെ നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയും, അല്ലെ? ഈ ഇൻഫർമേഷനെ നമ്മുടെ, അതായത് മനുഷ്യന്റെ ലൈഫിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ ഫലമായിട്ട് നമ്മുടെ നോളജ് കൂടും, ശരിയല്ലേ? നമ്മുടെ എന്താണ് ഈ പറയുന്ന ലൈഫ് എൻഹാൻസ് ചെയ്യപ്പെടും. അപ്പൊ ഇതൊക്കെയാണ് കമ്പ്യൂട്ടറിന് നമ്മുടെ ഹ്യൂമൻ ലൈഫിൻ, അതായത് മനുഷ്യന്റെ ജീവിതത്തിൽ കമ്പ്യൂട്ടറിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. നമ്മുടെ അറിവ് കൂട്ടാൻ കമ്പ്യൂട്ടർ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ കമ്പ്യൂട്ടറിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ്? ഡേറ്റ പ്രോസസ്സിംഗ്, ഡേറ്റയെ പ്രോസസ് ചെയ്യുക. അങ്ങനെ ഡേറ്റയെ പ്രോസസ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ആ ഡേറ്റയെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം. അത് നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ റെപ്രസെന്റ് ചെയ്ത ഡേറ്റയെ എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത്. ആ ഭാഗത്തിനെ പറ്റി നമ്മൾ പഠിക്കുന്നതാണ് ബൂലിയൻ ആൾജിബ്ര. അപ്പോൾ ഈ ബൂലിയൻ ആൾജിബ്ര എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ അകത്ത് കാണുന്നത്. അപ്പോൾ നമുക്ക് ബൂലിയൻ ആൾജിബ്ര എന്ന ഈ ഒരു ഭാഗത്തിലേക്ക് കടക്കാം. എന്താണ് ബൂലിയൻ ആൾജിബ്ര? ഈ ആൾജിബ്ര എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ ഒരുപക്ഷെ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും, അല്ലെ? നിങ്ങൾ മാത്തമെറ്റിക്സിലൊക്കെ ഈ ഒരു സംഗതി പഠിച്ചിട്ടുണ്ടാവും, അല്ലെ? മാത്സിൽ 10ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ ഒക്കെ നമുക്ക് ഈ ആൾജിബ്ര എന്ന് പറയുന്ന ഒരു സംഗതി പഠിക്കാനുണ്ട്, ശരിയല്ലേ? നമ്മൾ എക്സ് എന്നും വൈ എന്നും x+y എന്നും x²+y+z എന്നും അല്ലെങ്കിൽ a+b² എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നതെല്ലാം ഈ ആൾജിബ്രയുടെ പാർട്ടാണ്. ശരിക്കും എന്താണ് ആൾജിബ്ര എന്ന് ചോദിച്ചാൽ അത് നമ്മളെ മാത്തമെറ്റിക്സിന്റെ ഒരു പാർട്ടാണ് ആൾജിബ്ര. ആൾജിബ്ര കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് കുറെ സിമ്പലുകളും ആ സിമ്പലുകളെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ചില റൂളുകളും. ഇതാണ് നമ്മൾ ആൾജിബ്ര കൊണ്ട് മാത്തമെറ്റിക്സിന്റെ അകത്ത് ഉദ്ദേശിക്കുന്നത്. കുറെ സിമ്പലുകൾ, നമ്മൾ അതിനെ വേരിയബിൾസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ചില നിയമങ്ങൾ. ഇത് രണ്ടുമാണ് നമ്മൾ ആൾജിബ്രയ്ക്കകത്ത് പഠിക്കുന്നത്. ഇനി എന്താണ് ബൂലിയൻ ആൾജിബ്ര എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് നോക്കുന്നത്. എന്താണ് ബൂലിയൻ ആൾജിബ്ര? ശരിക്കും ആൾജിബ്രയുടെ ഒരു പാർട്ടാണ് ഈ ബൂലിയൻ ആൾജിബ്ര എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ബൂലിയൻ ആൾജിബ്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ നമുക്കറിയാം നമ്മുടെ ലൈഫിൽ നമ്മൾ പലപ്പോഴും യെസ് അല്ലെങ്കിൽ നോ എന്ന് ആൻസർ പറയേണ്ട ധാരാളം സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ടാവും, ശരിയല്ലേ? അതായത് ചില ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എന്ന് പറയുന്നത് ഒന്നുകിൽ യെസ് എന്ന് പറയണം അല്ലെങ്കിൽ നോ എന്ന് പറയണം. ഇതല്ലാതെ നമ്മൾ മറ്റൊരു ആൻസർ പറയേണ്ട സിറ്റുവേഷൻ ഇല്ല.
നിങ്ങൾ ഈ ചെറിയ ക്ലാസ്സുകളിലേക്ക്, അതായത് വളരെ ചെറിയ ക്ലാസ്സുകളിലേക്ക് നമ്മൾ ശരി അല്ലെങ്കിൽ തെറ്റ് എന്ന് രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് ആ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മൾ ശരി എന്ന് പറയുക, അല്ലെങ്കിൽ നമ്മൾ തെറ്റെന്ന് പറയുക. അപ്പോൾ ഈ രീതിയിൽ ശരി അല്ലെങ്കിൽ തെറ്റ് എന്ന് പറയുന്ന ഈ രണ്ട് കണ്ടീഷൻസിനെ മാത്രം ബേസ് ചെയ്ത് ഓപ്പറേഷൻസ് മുന്നോട്ട് പോകുന്ന മാത്തമെറ്റിക്സിന്റെ ഒരു ബ്രാഞ്ച് ആണ് ബൂലിയൻ ആൾജിബ്ര എന്ന് പറയുന്നത്. അപ്പൊ ബൂലിയൻ ആൾജിബ്രയ്ക്കകത്ത് നമ്മൾ എപ്പോഴും ഒരു ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ, ഒരു പ്രോസസ്സ് ചെയ്തു കഴിഞ്ഞാൽ, ആ പ്രോസസ്സിന് രണ്ട് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആൻസേഴ്സ് മാത്രമേ ഉള്ളൂ. അത് ഒന്നുകിൽ ശരി അല്ലെങ്കിൽ തെറ്റ്, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം അതെ അല്ലെങ്കിൽ ആണ്. ഇപ്പൊ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ, ഓർ നമുക്ക് പറയാം ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. അപ്പോൾ ഈ രണ്ട് അവസ്ഥകൾ മാത്രമേ കാണൂ. അപ്പോൾ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ശരി അല്ലെങ്കിൽ തെറ്റ് എന്നുള്ള രീതിയിലായിരിക്കും പോകുന്നത്. ഈ ഒരു രീതിയെ നമ്മൾ ഹ്യൂമൻ റീസണിങ് അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ് എന്നൊക്കെയാണ് പറയുന്നത്. ഹ്യൂമൻ റീസണിങ് അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ്. എന്താണ് ഹ്യൂമൻ റീസണിങ് ഓർ ലോജിക്കൽ റീസണിങ്? ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്, the way of finding truth by answering such two valued questions is known as human reasoning or logical reasoning. ഇതേപോലെയുള്ള ഡബിൾ വാല്യൂഡ്, അതായത് യെസ്സോ അല്ലെങ്കിൽ നോയോ, ഇങ്ങനെയുള്ള രണ്ട് ഉത്തരങ്ങൾ മാത്രം വരുന്ന ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ഒരു പ്രത്യേക പ്രോസസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ സത്യം കണ്ടുപിടിക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഹ്യൂമൻ റീസണിങ് അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത്. ഈ രീതിയിൽ വരുന്ന പ്രോസസ്സുകൾ ഉൾക്കൊള്ളുന്ന മാത്തമെറ്റിക്സിന്റെ ഒരു ബ്രാഞ്ചാണ് നമ്മൾ ബൂലിയൻ ആൾജിബ്ര എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ബൂലിയൻ ആൾജിബ്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാത്തമെറ്റിക്സിന്റെ ഒരു ബ്രാഞ്ചാണ്. പക്ഷെ എന്താണ് ഇവിടുത്തെ പ്രത്യേകത? ഇവിടെ നമ്മൾ എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്താലും അതിന്റെ ആൻസർ എന്ന് പറയുന്നത് അതെ അല്ലെങ്കിൽ ആണ് എന്നായിരിക്കും. അതായത് യെസ് ഓർ നോ. ഏത് വലിയ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്താലും അതിന് രണ്ട് ഉത്തരങ്ങൾ മാത്രമേ ഉള്ളൂ. അതെന്താണ്? അതൊന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ, അല്ലെങ്കിൽ നമുക്ക് പറയാം ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. ഇതാണ് ബൂലിയൻ ആൾജിബ്രയുടെ പ്രത്യേകത. അപ്പോഴൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ സാധാരണ മാത്തമെറ്റിക്സിന്റെ അകത്ത് നമ്മളൊരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് പലതരം ആൻസേഴ്സ് കിട്ടും, അല്ലെ? അതിന്റെ ആൻസർ എന്താണെന്ന് നമുക്ക് അവസാനം നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ. പക്ഷേ ഈ ബൂലിയൻ ആൾജിബ്ര എന്ന് പറയുന്ന മാത്തമെറ്റിക്കൽ ബ്രാഞ്ചിന്റെ അകത്ത് ആൻസർ നമുക്ക് ഓൾറെഡി അറിയാം. അതിന്റെ ആൻസർ ഒന്നുകിൽ യെസ് ആയിരിക്കും അല്ലെങ്കിൽ നോ ആയിരിക്കും. ഏത് പ്രോസസ് ചെയ്താലും യെസ് അല്ലെങ്കിൽ നോ എന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള എന്താണ് രണ്ട് വാല്യൂ മാത്രമുള്ള ക്വസ്റ്റ്യൻസിനെ പ്രോസസ് ചെയ്താണ് നമ്മളിവിടെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോജിക്കൽ റീസണിങ് അല്ലെങ്കിൽ ഹ്യൂമൻ റീസണിങ് എന്ന് പറയുന്നത്. ഈ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ബൂലിയൻ ആൾജിബ്ര എന്ന് പറയുന്ന മാത്തമെറ്റിക്കൽ ബ്രാഞ്ചിന്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ബൂലിയൻ ആൾജിബ്ര എന്ന ഈ മാത്തമെറ്റിക്കൽ ബ്രാഞ്ചിന് ഈ ഒരു പേര് എവിടുന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വന്നത് ജോർജ് ബൂൾ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് മാത്തമെറ്റീഷ്യന്റെ പേരിൽ നിന്നാണ്. ബ്രിട്ടീഷ് മാത്തമെറ്റീഷ്യനായ ജോർജ് ബൂൾ, അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് ഈ ബൂലിയൻ ആൾജിബ്ര എന്ന് പറയുന്ന ഈ ഒരു മാത്തമെറ്റിക്കൽ ബ്രാഞ്ചിന് ആ പേര് കിട്ടിയിരിക്കുന്നത്. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് നമുക്ക് ബൂലിയൻ ആൾജിബ്ര എന്ന് പറയുന്ന ഈ ഒരു പേര് ഈ ഒരു ബ്രാഞ്ച് ഓഫ് മാത്തമെറ്റിക്സിന് ലഭിക്കുന്നത്. അപ്പോൾ ജോർജ് ബൂൾ എന്ന് പറയുന്ന ഈ ബ്രിട്ടീഷ് മാത്തമെറ്റീഷ്യനെ മറന്നു പോകരുത്. ഇദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് നമുക്ക് ബൂലിയൻ ആൾജിബ്ര എന്ന് പറയുന്ന മാത്തമെറ്റിക്കൽ ബ്രാഞ്ചിന് ഇങ്ങനെ ഒരു പേര് ലഭിക്കുന്നത് എന്ന് ഓർമ്മിക്കുക. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം ഒന്ന് ഓർമ്മിച്ചോളണേ. അത് 1815 മുതൽ 1864 വരെയൊക്കെയാണ്. കമ്പ്യൂട്ടറിന് വേണ്ടിയെന്നും അദ്ദേഹം കൊണ്ടുവന്ന ഒരു പേപ്പർ അല്ല. അദ്ദേഹം ഇതുപോലെയുള്ള രണ്ട് വാല്യൂസ് മാത്രമുള്ള വേരിയബിൾസും അതുപയോഗിച്ചുള്ള ഓപ്പറേഷൻസിനെയും പറ്റി അദ്ദേഹം ഒരു പേപ്പർ അവതരിപ്പിക്കുകയും അത് പിന്നീട് ബൂലിയൻ ആൾജിബ്ര എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടാനും തുടങ്ങി. ഇതാണ് പിന്നീട് നമ്മൾ
കമ്പ്യൂട്ടറിന്റെ ഡേറ്റ പ്രോസസ്സിംഗിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു എന്താ ഈ ബൂലിയൻ ആൾജിബ്രയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? രണ്ട് വാല്യൂസ് മാത്രമുള്ള ചില ചോദ്യങ്ങൾ, ഉത്തരമായിട്ട് രണ്ട് വാല്യൂസ് മാത്രമുള്ള ചില ചോദ്യങ്ങൾ. ഉദാഹരണത്തിന് ഈ കൊടുത്തേക്കുന്ന ചില ചോദ്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചേ. ഒന്നാമത്തെ ചോദ്യം ഒന്ന് വായിച്ചേ, സ്ക്രീനിലോട്ട് നോക്കി. ഷുഡ് ഐ ടേക്ക് ആൻ അംബ്രല്ല? ഞാന് കുട എടുക്കണമോ? അല്ലെ, അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഒന്നുകിൽ വേണം എന്നോ അല്ലെങ്കിൽ വേണ്ട എന്നോ ആയിരിക്കും. ശരിയല്ലേ? ഇതൊരു ഡബിൾ വാല്യൂഡ് ക്വസ്റ്റ്യൻ ആണ്. വേണമെന്നോ വേണ്ടെന്നോ മാത്രമാണ് ഇതിന്റെ ആൻസർ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കി. വിൽ യു ഗീവ് മീ യുവർ പെൻ? നിങ്ങൾ നിങ്ങളുടെ പേന എനിക്കൊന്ന് തരുമോ? അപ്പോ തരുമെന്നോ തരില്ല എന്നോ ആയിരിക്കും അതിന്റെ ആൻസർ. ഇതെല്ലാം ഡബിൾ വാല്യൂഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി മറ്റൊരു ചോദ്യം ഒന്ന് നോക്കിയേ. ജോർജ് ബൂൾ വാസ് എ ബ്രിട്ടീഷ് മാത്തമെറ്റീഷ്യൻ. ജോർജ് ബൂൾ എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് മാത്തമെറ്റീഷ്യൻ ആണ്. അദ്ദേഹം ഒരു മാത്തമെറ്റീഷ്യൻ ആണ്. അദ്ദേഹം ഇംഗ്ലീഷുകാരനാണ്, ബ്രിട്ടീഷുകാരനാണ്. അതിന്റെ ആൻസർ നമ്മൾ ട്രൂ എന്നോ ഫോൾസ് എന്നോ ആയിരിക്കും പറയുന്നത്, അല്ലേ? അത് ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, പക്ഷെ ആ സ്റ്റേറ്റ്മെന്റ് ഇതൊരു ക്വസ്റ്റ്യൻ അല്ല, അല്ലേ? ഇത് ആദ്യത്തെ ഒന്നും രണ്ടും ചോദ്യങ്ങളാണ്. മൂന്നാമത്തെ നമ്മൾ കൊടുത്തേക്കുന്ന ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു വാചകമാണ്. പക്ഷെ ഈ വാചകത്തിന്റെ ഔട്ട്പുട്ടും ഒന്നുകിൽ ട്രൂ, ശരി, അല്ലെങ്കിൽ തെറ്റ് എന്നാണ്. നാലാമത്തെ വാചകം നിങ്ങളൊന്ന് നോക്കി. കേരള ഈസ് ദ ബിഗ്ഗസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് ആണ് കേരളം എന്നാണ് പറയുന്നത്, അല്ലെ? അതിന്റെ ആൻസർ ഒന്നുകിൽ ശരി എന്നാണ് അല്ലെങ്കിൽ തെറ്റെന്നാണ്. നമുക്കറിയാം അതിന്റെ ആൻസർ തെറ്റാണ്. കേരളമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം. ഇനി അടുത്ത രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കി. അഞ്ചാമത്തെ, വൈ വെയർ യു ആബ്സെന്റ് യെസ്റ്റർഡേ? നിങ്ങൾ എന്തുകൊണ്ട് ഇന്നലെ ആബ്സെന്റ് ആയി? നമുക്കിതിനെ ട്രൂ എന്നോ ഫോൾസ് എന്നോ അല്ലെങ്കിൽ വേണമെന്നോ വേണ്ടെന്നോ എന്നുള്ള രീതിയിൽ നമുക്കിതിനെ പറയാനായിട്ട് പറ്റുമോ? ഇല്ല. നമുക്കതിനെ ഡിസ്ക്രൈബ് ചെയ്യേണ്ടി വരും, അല്ലേ? നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും, വിശദീകരിക്കേണ്ടി വരും. ഞാൻ എന്തുകൊണ്ടാണ് ഇന്നലെ വരാത്തതെന്ന് നമുക്ക് ഒരിക്കലും വേണമെന്നോ വേണ്ടെന്നോ അല്ലെങ്കിൽ ട്രൂ എന്നോ ഫോൾസ് എന്നോ അല്ലെങ്കിൽ യെസ് എന്നോ നോ എന്നോ കൊണ്ട് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് ഒരിക്കലും ഒരു ബൂലിയൻ സ്റ്റേറ്റ്മെന്റ് അല്ല. അപ്പോൾ ആറാമത്തെ ചോദ്യം നോക്കിയേ. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ബൂലിയൻ ആൾജിബ്ര? ബൂലിയൻ ആൾജിബ്രയെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആ അഭിപ്രായവും നമുക്ക് ഒരിക്കലും ഒരു വാക്കുകൊണ്ട് നമുക്ക് സൂചിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ പറയുന്നത് ഡബിൾ വാല്യൂഡ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസും ഉണ്ട്, എന്നാൽ അങ്ങനെ അല്ലാത്ത ക്വസ്റ്റ്യൻസും ഉണ്ട്. എന്നാൽ നമ്മൾ ഈ ബൂലിയൻ ആൾജിബ്ര എന്ന് പറയുന്ന മാത്തമെറ്റിക്കൽ ബ്രാഞ്ചിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇതുപോലെയുള്ള ആൻസർ ഒന്നുകിൽ യെസ് ഓർ നോ, അല്ലെങ്കിൽ ഓൺ ഓർ ഓഫ്, അല്ലെങ്കിൽ ആണ് അല്ലെങ്കിൽ അതെ, ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, ഈ രീതിയിൽ വരുന്ന സ്റ്റേറ്റ്മെന്റുകളെ മാത്രമാണ് നമ്മൾ ബൂലിയൻ ആൾജിബ്രയിൽ പരിഗണിക്കുന്നത്. എന്നാൽ അതല്ലാത്ത സ്റ്റേറ്റ്മെന്റുകളും ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയാം. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ആൻസർ നമുക്ക് ട്രൂ എന്നോ അല്ലെങ്കിൽ ഫോൾസ് എന്നോ പറയാൻ കഴിയും എങ്കിൽ അത്തരം സ്റ്റേറ്റ്മെന്റുകളെ നമ്മൾ പറയുന്ന പേരാണ് ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ്. ഇത് ഓർമ്മിച്ചോളണം. നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റിനെ ട്രൂ എന്നോ അല്ലെങ്കിൽ ഫോൾസ് എന്നോ ഡിറ്റർമിൻ ചെയ്യാമെങ്കിൽ, അതായത് നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ പ്രോസസ് ചെയ്താൽ അതിന്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്ന ഒന്നുകിൽ ട്രൂ എന്നായിരിക്കും അല്ലെങ്കിൽ ഫോൾസ് എന്നായിരിക്കും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രൂ ഫോൾസ് എന്ന് പറയുന്ന രണ്ട് വാക്കുകളെയല്ല, രണ്ട് വാല്യൂസ്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ട്രൂ ഫോൾസിന് പകരം ചിലപ്പോൾ എസ് എന്നോ നോ എന്നോ ആയിരിക്കാം, ചിലപ്പോൾ ഈ പറയുന്ന ക്യാൻ എന്നോ അല്ലെങ്കിൽ കാണ്ട് എന്നോ ആയിരിക്കാം, അല്ലെ? കഴിയുമെന്നോ കഴിയില്ല എന്നോ ആയിരിക്കാം, അല്ലെങ്കിൽ ഓൺ എന്നോ ഓഫ് എന്നോ ആയിരിക്കാം. ഈ രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് ആ രീതിയിൽ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്തരം സ്റ്റേറ്റ്മെന്റുകളെ പറയുന്ന പേരാണ് ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ കൊടുത്തേക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ലോജിക്കൽ സ്റ്റേറ്റ്മെന്റുകളായിട്ട് പറയാൻ പറ്റുന്നത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണോ? ആണ്, അല്ലെ? ഷുഡ് ഐ ടേക്ക് ആൻ അംബ്രല്ല എന്ന് പറയുമ്പോൾ നമുക്ക് യെസ് എന്നോ നോ എന്നോ പറയാം, അപ്പോൾ അതൊരു ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണോ? വിൽ യു ഗീവ് മീ യുവർ പെൻ? ആണ്, അതും ഒരു ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. തരാമെന്നോ തരില്ലെന്നോ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ജോർജ് ബൂൾ വാസ് എ ബ്രിട്ടീഷ് മാത്തമെറ്റീഷ്യൻ എന്ന് പറയുന്നത്, അതൊരു ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണോ? തീർച്ചയായും ആണ്, അതും ഒരു ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. കേരള ഈസ് ദ ബിഗ്ഗസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ, അതൊരു ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണോ? അതും ഒരു ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്നാൽ അടുത്ത അഞ്ചാമത്തെ സെന്റൻസ് നോക്കിയേ.
വൈ വെർ യു ആബ്സെന്റ് യെസ്റ്റർഡേ, നിങ്ങൾ എന്തുകൊണ്ട് കഴിഞ്ഞ ദിവസം വന്നില്ല, അതൊരു ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണോ? അല്ല, ഒരിക്കലും നമുക്ക് രണ്ട് വാല്യൂ വെച്ച് നമുക്ക് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ആറാമത്തെയും ചോദ്യം, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ബൂലിയൻ ആൾജിബ്ര? ബൂലിയൻ ആൾജിബ്രയെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതും ഒരിക്കലും നമുക്ക് എന്തെന്ന് പറയാൻ പറ്റില്ല, ഒരു ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. അപ്പൊ ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ്? സെന്റൻസസ് വിച്ച് ക്യാൻ ബി ഡിറ്റർമിൻഡ് അല്ലെ ടു ബി ട്രൂ ഓർ ഫോൾസ്. ട്രൂ എന്നോ ഫോൾസ് എന്നോ ഉള്ള രീതിയിൽ നമുക്കൊരു സെന്റൻസിനെ എന്താണ് ഡിറ്റർമിൻ ചെയ്യാൻ കഴിയുമെങ്കിൽ അല്ലെ, പ്രോസസ് ചെയ്യാൻ കഴിയുമെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ്. ഇനി ദ വേരിയബിൾസ്, രണ്ടാമത് നമ്മൾ എഴുതിയിരിക്കുന്ന ഒരു കാര്യം കൂടി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. ദ വേരിയബിൾസ് which can store logical constants 1 and 0 is called variables, logical variable or boolean variable. അതായത് 1 എന്നോ 0 എന്നോ ഉള്ള രണ്ട് വാല്യൂസിനെ മാത്രം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസിനെ നമ്മൾ പറയുന്ന പേരാണ് ലോജിക്കൽ വേരിയബിൾ അല്ലെങ്കിൽ ബൂലിയൻ വേരിയബിൾ. ഇനി മുതൽ നമ്മൾ അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന വേരിയബിൾസ് എല്ലാം ബൂലിയൻ വേരിയബിൾസ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന വേരിയബിൾസ് എല്ലാം എന്തായിരിക്കും? ബൂലിയൻ വേരിയബിൾസ് ആയിരിക്കും. എന്താണ് ബൂലിയൻ വേരിയബിൾ എന്ന് പറഞ്ഞാൽ? അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താണ് ആൾജിബ്ര എന്ന് പറയുമ്പോൾ എന്താണ്? കുറെ വേരിയബിൾസും ആ വേരിയബിൾസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന റൂൾസും, അതാണ് ശരിക്കും ആൾജിബ്ര. നിങ്ങൾ സ്കൂളുകളിലേക്ക് പഠിച്ചിട്ടുള്ള ആൾജിബ്ര എന്ന് പറയുന്നത് വേരിയബിൾസ് ഉണ്ട്, ആ വേരിയബിൾസിനെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ടുള്ള റൂൾസ്. ഇപ്പൊ a+b² എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? അത് a² + 2ab + b² എന്നായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ വേരിയബിൾസും അതുപോലെ ആ വേരിയബിൾസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രോസസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന നിയമങ്ങളുമാണ് നമ്മൾ ആൾജിബ്രയ്ക്കകത്ത് പഠിക്കുന്നത്. അപ്പൊ ബൂലിയൻ ആൾജിബ്രയിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബൂലിയൻ ആൾജിബ്ര നമ്മൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു വേരിയബിളിന് രണ്ട് വാല്യൂസ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റൂ. അതൊന്നുകിൽ 1 അല്ലെങ്കിൽ 0. എന്താണ്? ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ബൂലിയൻ ആൾജിബ്രയ്ക്കകത്ത് ഒരു വേരിയബിളിന് രണ്ട് വാല്യൂസിനെ മാത്രമേ ഹോൾഡ് ചെയ്യാൻ പറ്റൂ. അതൊന്നുകിൽ 1 അല്ലെങ്കിൽ 0. സോ ഇനി ബൂലിയൻ വേരിയബിൾ എന്താണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു സംശയം തോന്നരുത്. നിങ്ങൾ കൊച്ചു ക്ലാസ് മുതലേ പഠിച്ച സാധനം വേരിയബിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ എന്താണ്? പല തരത്തിലുള്ള വാല്യൂസിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് വേരിയബിൾ. എ വേരിയബിൾ ക്യാൻ ഹോൾഡ് എനി കൈൻഡ് ഓഫ് വാല്യൂസ് എന്നാണ് അല്ലെ? എ വേരിയബിൾ ക്യാൻ ഹോൾഡ് എനി കൈൻഡ് ഓഫ് വാല്യൂസ്. പക്ഷേ നമ്മൾ ബൂലിയൻ വേരിയബിൾ എന്ന് പറയുമ്പോൾ അതിന് രണ്ട് വാല്യൂസ് മാത്രമേ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റൂ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റൂ. അത് ഏതൊക്കെയാണ്? അത് 1ഉം അതുപോലെ 0യുമാണ്. ഇനി എന്താണ് ഈ 1ഉം 0യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് അവസ്ഥകളാണ്. അതെ, അല്ല, യെസ്, നോ, ഓൺ, ഓഫ്, ട്രൂ, ഫോൾസ് അല്ലെ, ശരി, തെറ്റ്. ഈ പറയുന്ന രണ്ട് അവസ്ഥകളെയാണ് നമ്മൾ 1 എന്നും 0 എന്നും പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ബൂലിയൻ വേരിയബിൾ. അപ്പോൾ എന്താണ് ബൂലിയൻ വേരിയബിൾ? ദ വേരിയബിൾസ് വിച്ച് ക്യാൻ സ്റ്റോർ ലോജിക്കൽ കോൺസ്റ്റൻസ്. ഈ 1നെയും 0യെയും ആണ് നമ്മൾ ലോജിക്കൽ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. ആകെ രണ്ട് കോൺസ്റ്റന്റേ അവിടെ ഉള്ളൂ, അത് 1ഉം 0യും ആണ്. അപ്പോൾ ദ വേരിയബിൾസ് വിച്ച് ക്യാൻ സ്റ്റോർ ലോജിക്കൽ കോൺസ്റ്റൻസ് 1 and 0 ആർ കാൾഡ് ലോജിക്കൽ വേരിയബിൾസ് ഓർ ബൂലിയൻ വേരിയബിൾസ്. അപ്പോൾ ബൂലിയൻ വേരിയബിൾസ് എന്താണെന്ന് മനസ്സിലായി. ഈ ലോജിക്കൽ വേരിയബിൾ എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ തൽക്കാലം ഓർമ്മിക്കേണ്ട. ബൂലിയൻ വേരിയബിൾ എന്താണെന്ന് ഓർമ്മിച്ചാൽ മതി. അപ്പോൾ ബൂലിയൻ എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് അവസ്ഥകളേ ഉള്ളൂ, ശരി അല്ലെങ്കിൽ തെറ്റ് എന്ന് പറയുന്ന രണ്ടവസ്ഥ, ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന് പറയുന്ന രണ്ടവസ്ഥ. ഇനി ഇപ്പോൾ ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു സ്റ്റേറ്റ്മെന്റ് ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണോ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അതിനെ ഏതെങ്കിലും അതിന്റെ ആൻസർ എന്ന് പറയുന്നത് രണ്ട് വാല്യൂസിൽ ഏതെങ്കിലും ഒന്നാണോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ശരിയെന്നോ തെറ്റെന്നോ അല്ലെങ്കിൽ ആണെന്നോ അല്ലെന്നോ അല്ലെങ്കിൽ വേണമെന്നോ വേണ്ടെന്നോ ഉള്ള രണ്ട് വാല്യൂസിൽ ഏതെങ്കിലും ഒരെണ്ണം വെച്ച് നമുക്ക് അതിനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത്തരം സ്റ്റേറ്റ്മെന്റുകളെയാണ് നമ്മൾ ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്തെന്ന് മനസ്സിലായി, ലോജിക്കൽ വേരിയബിൾ എന്തെന്ന് മനസ്സിലായി. ഈ ലോജിക്കൽ വേരിയബിളിനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ബൂലിയൻ വേരിയബിൾ.
ഇപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഡേറ്റ റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ കൂടെ ഈ ബൂലിയൻ ആൾജിബ്ര എന്ന് പറയുന്ന പാർട്ട് കൂടി പഠിക്കുന്നത് എന്നതിനെ പറ്റി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്ലൂ കിട്ടി കാണും അല്ലേ? ഡേറ്റ റെപ്രസെന്റേഷൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ എന്താണ്? അവസാനം നമ്മൾ പറഞ്ഞെത്തിച്ചത് എല്ലാ 1 അല്ലെങ്കിൽ 0. കമ്പ്യൂട്ടറിനകത്തോട്ട് നോക്കിയാൽ 1 അല്ലെങ്കിൽ 0. എന്താണ് ബൂലിയൻ ആൾജിബ്ര? ബൂലിയൻ ആൾജിബ്രയും ഈ 1ഉം 0 ഉപയോഗിച്ചുള്ള കളികളാണ് അല്ലെ? 1നെയും 0നെയും നമ്മൾ കുറെ കാര്യങ്ങളെല്ലാം ചെയ്ത് അവസാനം നമുക്കൊരു 1ഓ അല്ലെങ്കിൽ ഒരു 0ഓ കിട്ടും. ഇതാണ് ബൂലിയൻ ആൾജിബ്ര. 1നെയും 0നെയും നമ്മൾ പലതരത്തിലുള്ള പ്രോസസ്സുകൾക്ക് വിധേയമാക്കും. അവസാനം നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒന്നുകിൽ 1 അല്ലെങ്കിൽ 0. ഇതാണ് ബൂലിയൻ ആൾജിബ്ര. അപ്പോൾ ഡേറ്റ റെപ്രസെന്റേഷനും ബൂലിയൻ ആൾജിബ്രയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഡേറ്റയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 1ഉം 0ഉം ആയിട്ടാണ്. ഇനി ആ 1നെയും 0നെയും ഏതെല്ലാം രീതിയിൽ നമുക്ക് പ്രോസസ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതാണ് ശരിക്കും എന്ത്? ബൂലിയൻ ആൾജിബ്ര. ഈ 1നെയും 0നെയും നമുക്ക് ഏതെല്ലാം തരത്തിൽ പ്രോസസ് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റി പറയുന്നതാണ് ബൂലിയൻ ആൾജിബ്ര. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതാണ് രണ്ടും തമ്മിലുള്ള ബന്ധം. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ 1നെയും 0നെയൊക്കെ നമ്മൾ പരമാവധി എന്തൊക്കെ പ്രോസസ്സിങ്ങിന് വിധേയമാക്കാൻ പറ്റും? ആകെപ്പാടെ കുറച്ച്. നമുക്കറിയാം 1നെയും 0നെയും ഇനി എന്ത് പ്രോസസ്സിങ്ങിൽ വിധേയമാക്കിയാലും അവസാനം നമുക്ക് കിട്ടുന്നത് ഒരു 1ഉം 0ഉം ആയിരിക്കും. 1ഉം 0ഉം ഒരുമിച്ച് കിട്ടൂല. ഒന്നുകിൽ 1 കിട്ടും അല്ലെങ്കിൽ 0 കിട്ടും. അപ്പോൾ ഇത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ഓഫ് മാത്തമെറ്റിക്സ് അല്ലേ? ഇതിന് ഒരുപാട് ഏരിയയിലോട്ട് പോകാനായിട്ട് പറ്റുമോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. മനുഷ്യന് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു പ്രോബ്ലവും സോൾവ് ചെയ്യാനായിട്ട് ഇന്ന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ ഇതൊരു ചെറിയ ഒരു ഏരിയ അല്ല, മറിച്ച് ഇത് വളരെ വലിയ ഒരു ഏരിയ ആണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ടറി ആയിട്ടുള്ള ഒരു പാർട്ട് മാത്രമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇനി നോക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഓപ്പറേഷൻസിനെ പറ്റിയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടറിനകത്ത് നമുക്ക് 1ഉം 0ഉം ആണ് ഉള്ളത്. ഈ 1നെയും 0യും വെച്ചിട്ടുള്ള പ്രോസസ്സിംഗ് ആണ് ബൂലിയൻ ആൾജിബ്ര. അപ്പോൾ എന്തൊക്കെ പ്രോസസ്സ് ഇതിന്റെ അകത്ത് നടക്കും, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഈ പറയുന്ന കാര്യം പഠിക്കുന്നത്? അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്? The data fed to a computer must be converted into a combination of 1s and 0 അല്ലെ? കമ്പ്യൂട്ടറിനകത്തോട്ട് നമ്മൾ തള്ളിക്കൊടുക്കുന്ന ഏതൊരു ഡേറ്റയെയും നമ്മൾ 1ഉം അല്ലെ 0യുമായിട്ട് കൺവേർട്ട് ചെയ്യണം. ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതാണ് നമ്മൾ ഡേറ്റ റെപ്രസെന്റേഷൻ്റെ അകത്ത് പഠിച്ചത്. നിങ്ങൾ നമ്പേഴ്സ് കൊടുത്തോളൂ, അല്ലെങ്കിൽ നിങ്ങൾ അക്ഷരങ്ങൾ കൊടുത്തോളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ടെക്സ്റ്റ് കൊടുത്തോളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ചിത്രം, ഒരു ഇമേജ് കൊടുത്തോളൂ, ഒരു വീഡിയോ കൊടുത്തോളൂ, ഓഡിയോ കൊടുത്തോളൂ, എന്തും കൊടുത്തോളൂ. അതിനെ നമ്മൾ എന്താക്കി മാറ്റിയിരിക്കണം? അതിന് തുല്യമായ 1കളും 0കളുമാക്കി മാറ്റിയിരിക്കണം. കമ്പ്യൂട്ടർ അതിനെ 1ഉം 0ഉമായിട്ട് മാത്രമേ സ്വീകരിക്കൂ. ഇനി ദ ഓപ്പറേഷൻസ് പെർഫോംഡ് ഓൺ ദീസ് ബൂലിയൻ വാല്യൂസ്. ഇനി ബൂലിയൻ വാല്യൂസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ് ബൂലിയൻ വാല്യൂസ്? 1നെയും 0യും കൂടെ നമ്മൾ പറയുന്ന പേരാണ് ബൂലിയൻ വാല്യൂസ് അല്ലെ? ഡേറ്റ റെപ്രസെന്റേഷൻസിന്റെ അകത്ത് നമ്മൾ അതിനെ ബൈനറി എന്നാണ് പറഞ്ഞത്. ബൈനറി വാല്യൂസ്. ഇവിടെ തൽക്കാലം നമ്മൾ അതിനെ ബൂലിയൻ വാല്യൂസ് എന്ന് പറയുന്നു. അതായത് ഒരു സംഗതിക്ക് രണ്ട് അവസ്ഥകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ദ ഓപ്പറേഷൻസ് പെർഫോംഡ് ഓൺ ദീസ് ബൂലിയൻ വാല്യൂസ് ആർ കാൾഡ് ബൂലിയൻ ഓപ്പറേഷൻസ്. ഈ ബൂലിയൻ വാല്യൂസിന് മേൽ നമ്മൾ പെർഫോം ചെയ്യുന്ന ഏതൊരു ഓപ്പറേഷനെയും നമ്മൾ എന്തെന്ന് പറയും? ബൂലിയൻ ഓപ്പറേഷൻ എന്ന് പറയും. അതായത് 1ന്റെയും 0ന്റെയും മുകളിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന ഏതൊരു ഓപ്പറേഷനെയും നമ്മൾ ബൂലിയൻ ഓപ്പറേഷൻ എന്ന് പറയും. ഇനി മൂന്നാമത്തെ പോയിന്റ് ഒന്ന് വായിച്ചു നോക്കൂ. ദീസ് ഓപ്പറേറ്റേഴ്സ് ആർ കാൾഡ് ബൂലിയൻ ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ 1നെയും 0നെയും നമ്മൾ ഇവിടെ ബൂലിയൻ വാല്യൂസ് എന്നാണ് പറയുന്നത്. ഈ ബൂലിയൻ വാല്യൂസിന് മുകളിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന ഏതൊരു ഓപ്പറേഷനെയും നമ്മൾ ബൂലിയൻ ഓപ്പറേഷൻ എന്ന് പറയും. അങ്ങനെ ഉള്ള ബൂലിയൻ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ബൂലിയൻ ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ കമ്പ്യൂട്ടറിനകത്ത് 1ഉം 0ഉം ആണുള്ളത്. ഇതാണ് ബൂലിയൻ വാല്യൂസ്. ഈ ബൂലിയൻ വാല്യൂസിന് മുകളിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷനെ നമ്മൾ എന്ത് പറയും? എല്ലാത്തിന്റെ കൂടെയും ബൂലിയൻ ഇട്ടങ്ങ് വിളിക്കും. ബൂലിയൻ ഓപ്പറേഷൻ എന്ന് പറയും. അങ്ങനെ ബൂലിയൻ ഓപ്പറേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ എന്തെന്ന് പറയും? ബൂലിയൻ ഓപ്പറേറ്റേഴ്സ് എന്നും പറയും.
അപ്പോൾ ഈ ബൂലിയൻ ഓപ്പറേറ്റേഴ്സിനെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ബൂലിയൻ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ഇനി എന്താണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഇല്ലല്ലോ. എന്താണ് ബൂലിയൻ ഓപ്പറേറ്റേഴ്സ്? ബൂലിയൻ വാല്യൂസ് ആയ 1ലും 0ലും നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഓപ്പറേറ്റേഴ്സ് അല്ലെ, അതിനെ നമ്മൾ പറയുന്ന പേരാണ് ബൂലിയൻ ഓപ്പറേറ്റേഴ്സ്. ഇപ്പൊ നമ്മൾ നോർമൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് നമുക്ക് അതിന്റെ മുകളിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നത്? അഡിഷൻ പെർഫോം ചെയ്യാം അല്ലെ, കൂട്ടാം, കുറയ്ക്കാം, ഗുണിക്കാം, ഹരിക്കാം, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാം എന്താണ്, കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക എന്നൊക്കെ പറയുന്ന എല്ലാ ഓപ്പറേഷൻസ് ആണ്. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. കൂട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ, ആ സിമ്പൽ ഏതാണ്? ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ അതിന് ആ ഒരു ഓപ്പറേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പലാണ്. കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ഏതാണ്? നമുക്കറിയാം, ആ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഇതാണല്ലേ, പ്ലസ്. ശരിയല്ലേ? കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഇതാണ്, മൈനസ്. ഗുണിക്കാനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് നമുക്കറിയാം, ഇൻറ്റു മാർക്ക്. ഹരിക്കാനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് ഈ സാധനമാണ് അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ സാധനങ്ങളെയാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് ഇത്തരം ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കാൻ കഴിയുമോ? ഇത്തരം ഓപ്പറേറ്റേഴ്സ് നമുക്ക് ഈ രീതിയിൽ ഒരിക്കലും ബൂലിയൻ വാല്യൂസിന്റെ മുകളിൽ ഉപയോഗിക്കാൻ കഴിയില്ല. ഇവിടെ ചില ഓപ്പറേറ്റേഴ്സ് മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റൂ. അത്തരം ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ബൂലിയൻ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ബൂലിയൻ വാല്യൂസ് അല്ലെ, നമ്മൾ പുതിയ പുതിയ വാക്കുകൾ പഠിക്കുകയാണ്. ബൂലിയൻ വാല്യൂസ്, ബൂലിയൻ ഓപ്പറേഷൻസ്, ബൂലിയൻ ഓപ്പറേറ്റേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. സംഗതി ഇത്രയേ ഉള്ളൂ. വാല്യൂസ്, ഓപ്പറേഷൻസ്, ഓപ്പറേറ്റർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, ഇത് 1ന്റെയും 0യുടെയും മുകളിൽ മാത്രം, 1ഉം 0ഉം ഉള്ള ഒരു സ്ഥലത്ത് മാത്രം നമ്മൾ പെർഫോം ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ അതിനെ ബൂലിയൻ ഓപ്പറേഷൻസ് എന്നും അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സിംബൽസിനെ നമ്മൾ ബൂലിയൻ ഓപ്പറേറ്റേഴ്സ് എന്നും പറയും. അപ്പോൾ ബൂലിയൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഓപ്പറേറ്റേഴ്സ് ആണ്. അത് എവിടെയാണ് പെർഫോം ചെയ്യുന്നത്? 1കളുടെയും 0ത്തിന്റെയും മുകളിലാണ് നമ്മൾ അത് പെർഫോം ചെയ്യുന്നത്. എന്നാൽ ഇതിന്റെ കൂടെ നമ്മൾ ഒരു വാക്കുകൂടെ എഴുതിയിരിക്കുന്നത് കണ്ടോ? ബൂലിയൻ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ലോജിക് ഗേറ്റ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു കാര്യം കൂടി നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ്? ലോജിക് ഗേറ്റ്. എന്താണ് ഈ ലോജിക് ഗേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബൂലിയൻ ഓപ്പറേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യം ചെയ്യുന്ന ഇലക്ട്രോണിക് സർക്യൂട്ടുകളെ നമ്മൾ പറയുന്ന പേരാണ് ലോജിക് ഗേറ്റ്. ബൂലിയൻ ഓപ്പറേഷൻ എന്താണോ ചെയ്യുന്നത് അതേ കാര്യം പെർഫോം ചെയ്യുന്ന ഇലക്ട്രോണിക് സർക്യൂട്ടുകളെ നമ്മൾ പറയുന്ന പേരാണ് ലോജിക് ഗേറ്റുകൾ. മനസ്സിലാവുന്നുണ്ടോ? അത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതെന്താണ് എന്നുള്ള കാര്യം നമ്മൾ കാണും. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ കുറെ വാക്കുകളും കാര്യങ്ങളും എല്ലാം പഠിച്ചു. അത് ഏതൊക്കെയാണ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഒരു പ്രാവശ്യം കൂടി നമ്മളത് കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ക്ലിയർ ആവും അല്ലെ. നമ്മൾ ലോജിക്കൽ റീസണിങ് അല്ലെങ്കിൽ ഹ്യൂമൻ റീസണിങ് എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. എന്താണ് ലോജിക്കൽ റീസണിങ് അല്ലെങ്കിൽ ഹ്യൂമൻ റീസണിങ്? നമ്മൾ പറഞ്ഞു, ഇതേപോലെയുള്ള 2 വാല്യൂഡ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് ലോജിക്കൽ റീസണിങ് അല്ലെങ്കിൽ ഹ്യൂമൻ റീസണിങ്. നമ്മളൊരു ചോദ്യം ചോദിക്കുന്നു, അതിന്റെ ഉത്തരം അതെയെന്നോ അല്ലെന്നോ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇനി അതെ എന്നാണെങ്കിൽ നമ്മൾ അടുത്ത പാർട്ടിലോട്ട് പോകുന്നു. അവിടെയും ഒരു ഉത്തരം അതെയെന്നോ അല്ലെന്നോ വരും. ഇനി അല്ല എന്നാണെങ്കിലും വീണ്ടും നമ്മൾ മറ്റൊരു ഏരിയയിലോട്ട് പോകും. അവിടെയും നമ്മൾ അതെയെന്നോ അല്ലെന്നോ പോകും. അതായത് ഇതൊരു ടു വേ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഇങ്ങനെ ഈ പറയുന്ന ഈ വര ഒന്ന് വരുന്നത് ശ്രദ്ധിച്ചോളണം. ഇതാ ഇങ്ങനെ ഒരു സാധനം വരും. ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ ആണോ അല്ലേ എന്ന് നോക്കും. അപ്പോൾ ആണെങ്കിൽ ഇങ്ങോട്ട് പോകും, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് പോകും. ഇനി ഇതാ ഇങ്ങോട്ട് വന്നായിരുന്നാലും നമുക്ക് വീണ്ടും ഒരു പോയിന്റിൽ വെച്ച് ആണെന്നോ അല്ലെന്നോ ഉള്ള രീതിയിലോട്ട് പോകും. ഇപ്പുറത്ത് വന്നാലും ഈ പറയുന്ന ആണെന്നോ അല്ലെന്നോ ഉള്ള രീതിയിലോട്ട് പോകും. ഇങ്ങനെ പോകുന്നത് ഇതാണ് നമ്മൾ 2 വാല്യൂഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ 2 വാല്യൂഡ് ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്ത് നമ്മളൊരു പ്രോബ്ലത്തിന് സോൾവ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ലോജിക്കൽ റീസണിങ്. അപ്പോൾ ഈ ലോജിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഇവിടെ ഒരു 2 വാല്യൂഡ് സംഗതിയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർമ്മിച്ചോളണം. ഇനി നമ്മൾ ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനം പറഞ്ഞു. ഇപ്പൊ ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്താണ് എന്ന് നിങ്ങൾക്കറിയാം. ഒരു സ്റ്റേറ്റ്മെന്റ് അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ഇതാണ് ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ലെ. അപ്പൊ ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ ബൂലിയൻ വേരിയബിൾ എന്ന് പറയുന്ന ഒരു സംഗതി പറഞ്ഞു, ശരിയല്ലേ? ബൂലിയൻ വേരിയബിൾ എന്താണ്? ബൂലിയൻ വേരിയബിൾ എ വേരിയബിൾ ദാറ്റ് ക്യാൻ ഹോൾഡ് അല്ലെങ്കിൽ ദാറ്റ് ക്യാൻ സ്റ്റോർ ഓൺലി 2 വാല്യൂസ്.
രണ്ട് വാല്യൂസ് മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റൂ. അത് ഒന്നുകിൽ ഒരു 1 ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 0 ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ ബൂലിയൻ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് മനസ്സിലായി, ലോജിക്കൽ വേരിയബിൾ മനസ്സിലായി. ലോജിക്കൽ വേരിയബിളിനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ബൂലിയൻ വേരിയബിൾ. ഇനി നമ്മൾ ബൂലിയൻ ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു സംഗതി പറഞ്ഞു. ബൂലിയൻ ഓപ്പറേറ്റർ എന്താണ്? ബൂലിയൻ ഓപ്പറേറ്റർ ബൂലിയൻ വാല്യൂസ് ആയ 1കളുടെയും 0കളുടെയും മുകളിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ചില ഓപ്പറേഷൻസ് ഉണ്ട്. ആ ഓപ്പറേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് എന്ത്? ബൂലിയൻ ഓപ്പറേറ്റേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ലോജിക്കൽ ഓപ്പറേറ്റർ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ബൂലിയൻ ഓപ്പറേറ്റേഴ്സിനെ പറ്റിയാണ്. ഏതൊക്കെയാണ് ബൂലിയൻ ഓപ്പറേറ്റേഴ്സ്, അതെങ്ങനെയാണ് ജോലി ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ വെച്ച് ഒരു കാര്യം നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഇനി നമ്മൾ മുന്നോട്ട് പോകാൻ. അതായത് നമ്മളിവിടെ ഓപ്പറേഷൻസ് ആണ് പഠിക്കുന്നത്, അല്ലെ? ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഇനി ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. എന്ത് ഓപ്പറേഷൻസ്? ആ ഓപ്പറേഷൻസ് ആണ് ബൂലിയൻ ഓപ്പറേഷൻസ്. എന്താണ് ഈ ഓപ്പറേഷൻസിന്റെ പ്രത്യേകത? ബൂലിയൻ ഓപ്പറേഷൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഓപ്പറേഷന് വിധേയമാക്കുന്നത് 1കളെയും 0കളെയാണ്. ഓപ്പറേഷന് വിധേയമാക്കുന്നത് 1കളെയും 0കളെയുമാണ്. ഇനി ഈ ഓപ്പറേഷന് ശേഷം നമുക്ക് കിട്ടുന്നതും എന്താണ്? അതും 1ഉം 0ഉം ആണ്. ഓപ്പറേഷന് വിധേയമാക്കുന്നത് 1s and 0s ഓപ്പറേഷന്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നതും 1s and 0s ആണ്. അപ്പോൾ ഏത് രീതിയിലാണ് ഈ ഓപ്പറേഷൻ പ്രൊസീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇൻപുട്ടും ഔട്ട്പുട്ടും എന്ന് പറയുന്ന 1s and 0s ആണ്. അതിന് പ്രാധാന്യമില്ലെന്നല്ല, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അപ്പൊ പിന്നെ എന്താണ് ഈ ഓപ്പറേഷൻ, ഇത് ഏത് രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്, ഇതാണ് നമ്മൾ ഇനി അങ്ങോട്ട് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിനി ഈ ബൂലിയൻ ഓപ്പറേറ്റേഴ്സിനെ പറ്റി പഠിക്കാം. ബൂലിയൻ ആൾജിബ്രയില് പ്രധാനമായിട്ടും 3 ബേസിക് ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്. നമ്മൾ ബൂലിയൻ ആൾജിബ്ര എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊരു മാത്തമെറ്റിക്കൽ ബ്രാഞ്ച് ആണ്. ഇവിടെ നമ്മൾ എന്താണ് കുറെ വേരിയബിൾസ് എടുക്കും. ആ വേരിയബിൾസിന്റെ പ്രത്യേകത അത് ബൂലിയൻ വേരിയബിൾസ് ആണ്. അതിന് 0 അല്ലെങ്കിൽ 1 മാത്രമേ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റൂ. അതിനെ നമ്മൾ കുറെ ഓപ്പറേഷൻസിന് വിധേയമാക്കും. അതാണ് ബൂലിയൻ ഓപ്പറേഷൻസ്. ഇനി ഈ ബൂലിയൻ ഓപ്പറേഷൻസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ ബൂലിയൻ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബൂലിയൻ ആൾജിബ്രയ്ക്കകത്ത് പ്രധാനമായിട്ടും 3 ഓപ്പറേറ്റേഴ്സ് ആണ് ബേസിക് ഓപ്പറേറ്റേഴ്സ് ആയിട്ട് അറിയപ്പെടുന്നത്. ഇത് ഈ 3 ഓപ്പറേറ്റേഴ്സ് ആണ്: ഓർ, ആൻഡ്, നോട്ട്. ബൂലിയൻ ആൾജിബ്രയ്ക്കകത്ത് പ്രധാനമായിട്ടും 3 ബേസിക് ഓപ്പറേറ്റേഴ്സ് ആണ് ഉള്ളത്. അതിന്റെ പേരെന്താണ്? അതിന്റെ പേര് ഇതാണ്: 1 ഓർ, 2 ആൻഡ്, 3 നോട്ട്. ഈ 3 ഓപ്പറേറ്റേഴ്സ് മാത്രമല്ല ഉള്ളത്, വളരെയധികം ഓപ്പറേറ്റേഴ്സ് വേറെയും ഉണ്ട്. എങ്കിലും ബേസിക് ഓപ്പറേറ്റേഴ്സ്, ഇപ്പൊ നമ്മളിപ്പോ അരിത്തമെറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മൾ പ്രധാനമായിട്ട് 4 ഓപ്പറേഷൻസ് ആണെന്ന് പറയും. ബേസിക് അല്ലെ? കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക, ശരിയല്ലേ? അതേപോലെ നമ്മൾ ബൂലിയൻ ആൾജിബ്ര എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് 3 ബേസിക് ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്. അത് ഏതൊക്കെയാണ്? ഓർ, അതുപോലെ ആൻഡ്, അതുപോലെ നോട്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഓർ, ആൻഡ്, നോട്ട് എന്ന് പറയുന്നത് 3 വാക്കുകളായിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വരുന്നത്. പക്ഷേ ഇത് 3 വാക്കുകൾ എന്നതിലുപരി ഇത് ഓപ്പറേറ്റേഴ്സ് ആണ്. ഇപ്പൊ നമ്മൾ പ്ലസ് ഒന്നോ അല്ലെങ്കിൽ മൈനസ് ഒന്നോ പറയുന്നത് പോലെയാണ് ഈ ഓർ, ആൻഡ്, നോട്ട്. ഇത് 3 ഓപ്പറേറ്റേഴ്സ് ആണ്. പിന്നെ ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് ശരിക്കും ആ കൊടുത്തേക്കുന്ന മീനിങ് തന്നെയാണ്. ഇപ്പൊ ഓർ എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണോ അതിന് സമാനമായ ഓപ്പറേഷനാണ് ശരിക്കും ഓർ ചെയ്യുന്നത്. ആൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ അതിന്റെ അർത്ഥം അതിന് സമാനമായ ഓപ്പറേഷനാണ് ആൻഡ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ചെയ്യുന്നത്. ഇനി നോട്ട് എന്ന് പറയുമ്പോൾ എന്താണോ അതിന്റെ മീനിങ് അത് തന്നെയാണ് നോട്ട് എന്ന് പറയുന്ന ഓപ്പറേറ്ററും ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ വാക്കിനൊരു മീനിങ് ഉണ്ട്. പക്ഷെ ആ വാക്ക് എന്നതിലുപരി ഇതെന്താണ്? ഇതൊരു ഓപ്പറേറ്റർ ആണ്. ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന ആള്. ഇനി ഈ ഓറിനെ നമ്മൾ മറ്റൊരു പേരിട്ടും വിളിക്കാറുണ്ട്. അല്ലെങ്കിൽ ഓർ ചെയ്യുന്ന ഓപ്പറേഷനെ നമ്മൾ ലോജിക്കൽ അഡിഷൻ എന്ന് പറയും. അഡിഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൂട്ടുക. ഇത് വെറും കൂട്ടലല്ല, ലോജിക്കൽ അഡിഷൻ ആണ്. ലോജിക്കൽ എന്ന് പറയുമ്പോൾ അവിടെ 1ഉം 0ഉം മാത്രമേ വരൂ.
എങ്ങനെയൊക്കെ നമ്മൾ ആഡ് ചെയ്താലും നമുക്ക് ഒന്നുകിൽ കിട്ടുന്ന 1 ആയിരിക്കും അല്ലെങ്കിൽ 0 ആയിരിക്കും. അതാണ് ലോജിക്കൽ അഡിഷൻ. ഇനി അതുപോലെ ആൻഡ് ഓപ്പറേഷനെ നമ്മൾ ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും. ആൻഡ് ഓപ്പറേഷനെ നമ്മൾ ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ, ആൻഡ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ഗുണനമാണ്. അതുപോലെ ലോജിക്കൽ നോട്ടിനെ നമ്മൾ ലോജിക്കൽ നെഗേഷൻ എന്നും പറയും. ലോജിക്കൽ നെഗേഷൻ. അപ്പോൾ ഓർമ്മിക്കുക, there are 3 basic Boolean operators in Boolean algebra. These operators and their operations are as follows എന്നാണ് ഇതിന്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. 3 ബേസിക് ബൂലിയൻ ഓപ്പറേറ്റേഴ്സ് ആണ് ഉള്ളത്. അത് ഏതൊക്കെയാണ്? അത് 1 ഓർ, 2 ആൻഡ്, 3 നോട്ട്. ഈ ഓറിനെ നമ്മൾ ലോജിക്കൽ അഡിഷൻ എന്നും പറയാറുണ്ട്. അതിന്റെ ഓപ്പറേഷനെ ആൻഡ് എന്ന് പറയുന്നത് ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്, നോട്ട് എന്ന് പറയുന്നത് ലോജിക്കൽ നെഗേഷൻ ആണ്. ഇനി ഈ ഓരോ ഓപ്പറേറ്ററും ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഉദാഹരണത്തിന് ഇത് ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പറയുന്നു, ഇപ്പോൾ 1 + 2 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? നമ്മൾ 1 + 2 എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ് എന്ന് നമ്മൾക്കറിയാം. കാരണം എന്താണ്? ഈ അധികം അല്ലെങ്കിൽ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. അതുപോലെ നമ്മൾ 1 ഓർ 0 എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഔട്ട്പുട്ട്? ഇതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. എന്താണ് ഓപ്പറേഷൻ എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. 1 ഓർ 0 എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ 0 ഓർ 1 എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ 1 ഓർ 1 എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. 3 ഓപ്പറേറ്റർ ഉണ്ടെന്ന് മനസ്സിലായി. ഇനി ഓപ്പറേറ്റർ എന്താണ് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് അത് വർക്ക് ചെയ്യുന്നത്? അത് 1ന്റെയും 0ന്റെയും മുകളിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് 1 അല്ലെങ്കിൽ 0 ആണ് കിട്ടുന്നതെന്ന് നമുക്കറിയാം. ഇനി ഇത് ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്? ഓർ എങ്ങനെയാണ് ആൻഡിൽ നിന്നും വ്യത്യസ്തമാകുന്നത്, ആൻഡ് എങ്ങനെയാണ് നോട്ടിൽ നിന്നും വ്യത്യസ്തമാകുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏത് രീതിയിലാണ് ഈ ഓർ ഓപ്പറേറ്റർ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഇപ്പൊ നമ്മളത് എങ്ങനെ പറയുന്നു? ഇപ്പൊ 1 + 2 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 3 ആണ് അല്ലെ? എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നത്? കാരണം നമുക്കറിയാം ഈ പറയുന്ന എന്താണ്, ഈ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ, ഈ പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ആണല്ലോ, ഇതൊരു ഓപ്പറേറ്റർ ആണ്. ഇത് 1ലും 2വിലും എന്ത് മാറ്റമാണ് വരുത്തുന്നത് എന്ന് നമുക്കറിയാം. നമ്മൾ ഇതിനെ കൂട്ടുക അല്ലെങ്കിൽ അഡിഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. ഇനി ഈ പ്ലസിന് പകരം 1 × 2 എന്നാണ് വരുന്നതെങ്കിൽ ഇതിന്റെ ആൻസർ മാറൂലേ അല്ലെ? 1 × 2 എന്നാണ് വരുന്നതെങ്കിൽ ഇതിന്റെ ആൻസർ മാറും. 1 - 2 എന്നാണ് വരുന്നതെങ്കിൽ ഇതിന്റെ ആൻസർ മാറും. ശരിയല്ലേ? അതായത് ഈ ഓരോ ഓപ്പറേറ്റേഴ്സും, അതായത് പ്ലസ് ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, മൈനസ് ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് അല്ലെ, ഇൻറ്റു അല്ലെങ്കിൽ എന്താണ് മൾട്ടിപ്ലിക്കേഷന്റെ സിമ്പൽ അത് ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, ഇതെല്ലാം നമുക്കറിയാം. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്, ഇവിടെ നമ്മൾ നോക്കുന്നത് ബൂലിയൻ ഓപ്പറേറ്റേഴ്സ് ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മളത് ഇങ്ങനെ പറയുന്നു, 1 ഓർ 2 എന്താണ് ഇതിന്റെ ആൻസർ? 1 ഓർ 2 എന്താണ് ഇതിന്റെ ആൻസർ? അപ്പോൾ ഇതിന് ശരിക്കും ഇങ്ങനെ എഴുതുന്നത് മീനിങ്ലെസ് ആണ്. എന്തുകൊണ്ടാണ് മീനിങ്ലെസ് എന്ന് നിങ്ങൾക്ക് പറയാമോ? 1 ഓർ 2 എന്ന് എഴുതുന്നത് നമ്മളെ സംബന്ധിച്ച് ബൂലിയൻ ആൾജിബ്രയിൽ അത് മീനിങ്ലെസ് ആണ്. കാരണം എന്താണ്? ബൂലിയൻ ആൾജിബ്രയിൽ ഒരിക്കലും ഈ 2 എന്ന് പറയുന്ന ഒരു സിമ്പൽ ഇല്ല. ആകെപ്പാടെ 1ഉം 0യും മാത്രമേ ഉള്ളൂ. അപ്പോ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, 1 ഓർ 1 എന്താണ് ഇതിന്റെ ആൻസർ? 1 ഓർ 1 എന്താണ് ഇതിന്റെ ആൻസർ? അല്ലെങ്കിൽ 1 ഓർ 0 എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ ആൻസർ? ഇതാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരു സിമ്പലിന്റെ അല്ലെങ്കിൽ ഒരു എക്സാമ്പിളിന്റെ സഹായത്തോടു കൂടി നമുക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഏത് രീതിയിലാണ് നമ്മൾ ഈ പറയുന്ന ഓർ ഓപ്പറേറ്റർ വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇവിടെ നിങ്ങൾ ഒരു ടേബിൾ കാണുന്നുണ്ട്. ഈ ടേബിളിനെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ ടേബിൾ വേണമെങ്കിൽ ഞാൻ കുറച്ചുകൂടെ സൂം ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഈ ടേബിളിലോട്ട് മാത്രമേ നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കാവൂ. ഈ ടേബിളിലേക്ക് മാത്രം ഞാൻ ഇതായി മാർക്ക് ചെയ്യുന്ന
ഈ ടേബിളിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ രണ്ട് പാർട്ടുണ്ട്, ഇൻപുട്ടും ഉണ്ട് അതുപോലെ ഔട്ട്പുട്ടും ഉണ്ട്. ഇൻപുട്ടിന് നമ്മൾ കൊടുത്തേക്കുന്നതെന്ന് പറയുന്നത് രണ്ട് വേരിയബിൾസ് ആണ്, എ അല്ലെങ്കിൽ ബി. എ എന്നും ബി എന്നുമുള്ള രണ്ട് വേരിയബിൾസ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. എ അതുപോലെ ബി എന്ന് പറയുന്നത് ബൂലിയൻ വേരിയബിൾസ് ആണ്. ബൂലിയൻ വേരിയബിൾസ് എന്ന് പറയുമ്പോൾ അതിന് രണ്ട് വാല്യൂസ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റൂ. അത് ഏതൊക്കെയാണ്? അത് 0യും അതുപോലെ 1ഉമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇപ്പൊ രണ്ട് വേരിയബിൾസ് ഉണ്ടെന്ന് സങ്കല്പിക്കുക, എയും അതുപോലെ ബിയും. ഈ എക്കും ബിക്കും സാധ്യമായ എല്ലാ പോസിബിൾ കോമ്പിനേഷനുമാണ് താഴെ എഴുതിയിരിക്കുന്നത്. എക്കും ബിക്കും സാധ്യമായിട്ടുള്ള എല്ലാ പോസിബിൾ കോമ്പിനേഷൻ, ഇത്ര കോമ്പിനേഷൻസ് മാത്രമേ ഇതിൻ്റെ അകത്ത് വരാൻ സാധ്യതയുള്ളൂ. അതായത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ എയും ബിയും രണ്ടും 0 വരാം. എയും ബിയും രണ്ടും 0 വരാം. ഇനി എ 0യും ബി 1ഉം വരാം. ഇനി എ 1ഉം ബി 0യും വരാം. അതുപോലെ എ 1ഉം ബി 1ഉം വരാം. ഇങ്ങനെ 4 കോമ്പിനേഷൻ മാത്രമേ ഉള്ളൂ. എയും അതുപോലെ ബിയും, ശ്രദ്ധിക്കുക, എയും അതുപോലെ ബിയും ബൂലിയൻ വേരിയബിൾസ് ആണെങ്കിൽ ഇതിന് ഈ 4 കോമ്പിനേഷൻ ഓഫ് വാല്യൂസ് മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ എയും ബിയും 0 ആകാം, അല്ലെങ്കിൽ A0 B1 ഓർ A1 B0 അങ്ങനെ വരാം, അല്ലെങ്കിൽ A1ഉം B0യും വരാം. ഇനി നമ്മൾ എ ഓർ ബി എങ്ങനെ വരുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഓറിന് പകരമാണ് ഇവിടെ ഈ പ്ലസ് സിമ്പൽ ഇട്ടേക്കുന്നത് കേട്ടോ. ഓറിന് പകരമാണ് പ്ലസ് സിമ്പൽ ഇട്ടേക്കുന്നത്. ഓറിന് നമ്മൾ മറ്റൊരു പേര് കൂടെ പറയും, എന്താണ്? ലോജിക്കൽ അഡിഷൻ എന്ന് പറയുന്ന ഒരു പേര് കൂടെ അതിനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്ലസ് സിമ്പൽ ഇട്ടേക്കുന്നത്. അപ്പോൾ എ പ്ലസ് ബി എന്നല്ല നമ്മളിവിടെ വായിക്കേണ്ടത്. നമ്മളിവിടെ വായിക്കേണ്ടത് എ ഓർ ബി എന്നാണ്. എ പ്ലസ് ബി എന്നല്ല നമ്മളിവിടെ വായിക്കേണ്ടത്. നമ്മൾ വായിക്കേണ്ടത് എങ്ങനെയാണ്? എ ഓർ ബി. ഇനി നിങ്ങൾ നോക്കിക്കേ, എ ബി എന്ന് പറയുന്ന രണ്ട് ഇൻപുട്ട് കൊടുത്തിട്ട് നമ്മൾ അതിനെ തമ്മിൽ ഓർ ചെയ്താൽ, എ ഓർ ബി ചെയ്താൽ എന്താണ് അതിന്റെ ആൻസർ? എയും ബിയും 0 ആയി കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്താണ്? അത് 0 ആണ്. എയും ബിയും തമ്മിൽ നമ്മൾ എയുടെ വാല്യൂ 0യും ബിയുടെ വാല്യൂ 0യും ആണെങ്കിൽ എ ഓർ ബി എന്ത് വരും? 0. ഇനി എയുടെ വാല്യൂ 0യും ബിയുടെ വാല്യൂ 1ഉമാണെങ്കിൽ, എയുടെ വാല്യൂ 0യും ബിയുടെ വാല്യൂ എന്താണ്? 1ഉമാണെങ്കിൽ എ ഓർ ബി എന്താണ് വരുന്നത്? അത് 1 ആണ്. A0 B1 അങ്ങനെയാണെങ്കിൽ എ ഓർ ബിയുടെ വാല്യൂ 1 ആണ്. ഇനി എയുടെ വാല്യൂ 1ഉം ബിയുടെ വാല്യൂ 0യും ആണെങ്കിൽ എ ഓർ ബി എന്ന് പറയുന്നത് 1 ആണ്. ഇനി എയുടെയും ബിയുടെയും വാല്യൂ 1 ആണെങ്കിൽ എ ഓർ ബി എന്ന് പറയുന്നത് 1 ആണ്. ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എന്ത് കാര്യമാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്? ഈ എ ഓർ ബി, എ പ്ലസ് ബി എന്ന് എഴുതിയിരിക്കുന്നതിന് നമ്മൾ എ ഓർ ബി എന്ന് വേണം വായിക്കാൻ. ഈ എ ഓർ ബി എന്ന് പറയുന്ന സംഗതി 0 എപ്പോഴും മാത്രമാണ്. എ ഓർ ബി എന്ന് പറയുന്നത് 0 എപ്പോഴും മാത്രമാണ്? എയും ബിയും 0 ആകുമ്പോൾ മാത്രമാണ്, അല്ലേ? എ ഓർ ബി എന്ന് പറയുന്നത് 0 ആകുന്നത് എപ്പോൾ മാത്രമാണ്? എയും ബിയും 0 ആകുമ്പോൾ മാത്രമാണ്. മറിച്ച് എയുടെയോ അല്ലെങ്കിൽ ബിയുടെയോ വാല്യൂ, എയുടെയോ അല്ലെങ്കിൽ ബിയുടെയോ വാല്യൂ എവിടെയെങ്കിലും ഒരു 1 വന്നു കഴിഞ്ഞാൽ എ ഓർ ബി എന്ന് പറയുന്നത് എപ്പോഴും 1 വരും. ശരിയല്ലേ? ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 3 സ്ഥലത്തും ഔട്ട്പുട്ട് എന്ന് പറയുന്ന 1 ആണ്. എന്തുകൊണ്ടാണ്? ഇൻപുട്ടിൽ എവിടെയെങ്കിലും ഒരു 1 ഉണ്ട്. ഇൻപുട്ടിൽ എവിടെയെങ്കിലും ഒരു 1 ഉണ്ട്. ഏറ്റവും അവസാനം രണ്ടിടത്തും 1 ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ ഇൻപുട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് 1 വന്നു കഴിഞ്ഞാൽ ഈ ഓർ എന്ന് പറയുന്ന ഓപ്പറേഷന്റെ ഔട്ട്പുട്ട് 1 ആവും. എല്ലാ ഇൻപുട്ടുകളും 0 ആണെങ്കിൽ മാത്രമേ ഓറിന്റെ ഔട്ട്പുട്ട് 0 ആവുകയുള്ളൂ. നമ്മൾ പറഞ്ഞു ഇത് ഓർ എന്ന് പറയുന്ന ഒരു ബൂലിയൻ ഓപ്പറേറ്റർ ആണ്. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത്, ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ 0 ആയിരിക്കും അല്ലെങ്കിൽ 1 ആയിരിക്കും. ഇനി ഇത് ഓറിന്റെ ഔട്ട്പുട്ട് എപ്പോഴാണ് 0 ആകുന്നത്? ഈ ഇൻപുട്ടുകൾ രണ്ടും 0 ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് 0 ആകുന്നുള്ളൂ. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്താകും? 1 ആകും. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഓറിന്റെ പ്രത്യേകത. നമ്മൾ സാധാരണ നമ്മുടെ ഭാഷയിൽ ഓർ ഉപയോഗിക്കുന്നത് ഇതേ അർത്ഥത്തിൽ തന്നെയാണ്. എന്താണ് ഓർ എന്ന് പറയുന്നത്? ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പറയുകയാണ്, എന്താണ്? യു ഓർ യുവർ ഫാദർ ഷുഡ് കം എന്ന് നമ്മൾ പറയാണ്. നിങ്ങളോ നിങ്ങളുടെ അച്ഛനോ നാളെ വരണം എന്ന് പറയുകയാണ്. യു ഓർ യുവർ ഫാദർ ഷുഡ് കം ടുമോറോ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നു. മലയാളത്തിൽ നമ്മൾ നിങ്ങളോ അല്ലെങ്കിൽ ഓ എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓറിന് മലയാളത്തിൽ നമ്മൾ ഓ എന്നാണ് ഉപയോഗിക്കുന്നത്.
അപ്പോൾ നിങ്ങളോ നിങ്ങളുടെ അച്ഛനോ നാളെ വരണം എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ വന്നാൽ ഓക്കെയാണ് അല്ലേ, നിങ്ങളുടെ അച്ഛൻ വന്നാലും ഓക്കെയാണ്. ഇനി നിങ്ങളും നിങ്ങളുടെ അച്ഛനും നിങ്ങൾ രണ്ടുപേരും വന്നാലും ഓക്കെയാണ്. ഓക്കെ അല്ലാത്ത എപ്പോഴും മാത്രമാണ് നിങ്ങൾ രണ്ടുപേരും വരാതിരുന്നാൽ മാത്രമാണ്. ഇതാണ് ഓർ എന്ന് പറയുന്ന ഓപ്പറേഷൻ. ഇതാണ് ഓർ എന്ന് പറയുന്ന ഓപ്പറേഷൻ. അപ്പോ ഓറിന്റെ പ്രത്യേകത എന്താണ്? ഓറിന്റെ പ്രത്യേകത ഓറിനെ നമ്മൾ ലോജിക്കൽ അഡിഷൻ എന്ന് പറയും. ഓറിനെ നമ്മൾ ലോജിക്കൽ അഡിഷൻ എന്ന് പറയും. അതിന് കാരണം ഇത് കൂട്ടുന്നത് പോലെയാണ്. നിങ്ങൾ ഈ ഔട്ട്പുട്ട് ഒന്ന് നോക്കിക്കേ, ഇത് ഏത് രീതിയിലാണ് വരുന്നതെന്ന്. ഇപ്പോൾ 0 0 ഇതിനെ തമ്മിൽ 0യും 0യും കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. അതുപോലെ അടുത്ത ഇൻപുട്ട് എന്ന് പറയുന്ന 0യും 1ഉമാണ്. ഇതിനെ തമ്മിൽ കൂട്ടിയാൽ എന്ത് കിട്ടും? 1 എന്ന് തന്നെ കിട്ടും. അതുപോലെ 1ഉം 0യും ആണ് അടുത്ത ഇൻപുട്ടുകൾ. ഇതിനെ തമ്മിൽ കൂട്ടിയാൽ 1 + 0 എന്ന് പറയുന്നത് 1 തന്നെയാണ്. ഇനി അവസാനത്തെ ഔട്ട്പുട്ട് 1 + 1 ആണ്. 1 + 1 നമ്മൾ സാധാരണ കൂട്ടുമ്പോൾ നമുക്ക് 2 എന്നാണ് കിട്ടുന്നത്. പക്ഷെ ഇവിടെ 2 എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ല. അപ്പോൾ അതുകൊണ്ട് അത് 1 ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ലോജിക്കൽ അഡിഷൻ, ഇത് ഏതാണ്ട് കൂട്ടുന്നത് പോലെയുള്ള പരിപാടി ആയതുകൊണ്ടാണ് ഓറിനെ നമ്മൾ എന്ത് പറയുന്നത്? ലോജിക്കൽ അഡിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഓർ എന്ന് പറയുന്ന ഓപ്പറേറ്റർ വർക്ക് ചെയ്യുന്നത്. ഓർ എന്ന് പറയുന്ന ഓപ്പറേറ്റർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അതായത് നമ്മൾ ഓറിലേക്ക് നമ്മൾ കുറെ ഇൻപുട്ട് കൊടുക്കുകയാണ്. ആ കൊടുക്കുന്ന ഇൻപുട്ടുകൾ എല്ലാം 0 ആണെങ്കിൽ മാത്രം ഓർ 0 തരും. അതിന്റെ ആൻസർ ആയിട്ട് 0 തരും. ഏതെങ്കിലും ഒരു ഇൻപുട്ടെങ്കിലും 1 ആണെങ്കിൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഏതെങ്കിലും ഒരു ഇൻപുട്ടെങ്കിലും 1 ആണെങ്കിൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. നമ്മളത് ഈ എഴുതിയിരിക്കുന്ന ടേബിളിനെ നമ്മൾ പറയുന്ന പേരാണ് ട്രൂത്ത് ടേബിൾ എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ഓറിന്റെ ട്രൂത്ത് ടേബിൾ ആണ്. ഈ എഴുതിയിരിക്കുന്ന ടേബിളിനെ നമ്മൾ പറയുന്ന പേരാണ് ട്രൂത്ത് ടേബിൾ. ട്രൂത്ത് ടേബിൾ എന്താണ്? ഇതിന്റെ തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്. എന്താണെന്ന് ഒന്ന് നോക്കിക്കേ. എന്താണ്? ട്രൂത്ത് ടേബിൾ ഈസ് എ ടേബിൾ ദാറ്റ് ഷോസ് ബൂലിയൻ ഓപ്പറേഷൻസ് ആൻഡ് ദെയർ റിസൾട്ട്. ബൂലിയൻ ഓപ്പറേഷനും അതിന്റെ റിസൾട്ടും കാണിക്കുന്ന ഒരു ടേബിളിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ട്രൂത്ത് ടേബിൾ. അപ്പോൾ നമ്മൾ ആ എഴുതിയിരിക്കുന്നതെന്ന് പറയുന്നത് എന്തിന്റെ ട്രൂത്ത് ടേബിൾ ആണ്? ഓറിന്റെ ട്രൂത്ത് ടേബിൾ ആണ്. ഇനി ഈ ഓർ ഓപ്പറേറ്റർ ഏത് രീതിയിലാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെ വർക്ക് ചെയ്യുന്ന ഇലക്ട്രോണിക് സർക്യൂട്ടുകളുണ്ട്. അതാണ് നമ്മൾ ഈ കമ്പ്യൂട്ടറിന്റെ അകത്തൊക്കെ യൂസ് ചെയ്യുന്നത്. ഓർ ഓപ്പറേഷൻ ഏത് രീതിയിലാണോ വർക്ക് ചെയ്യുന്നത് അതേ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഇലക്ട്രോണിക് സർക്യൂട്ടുകളുണ്ട്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഓർ ഗേറ്റ്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഗേറ്റുകൾ എന്നാണ് നമ്മൾ പറയുന്നത്. ഈ ബൂലിയൻ ഓപ്പറേറ്റേഴ്സ് ഏത് രീതിയിലാണോ വർക്ക് ചെയ്യുന്നത് അതേ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഇലക്ട്രോണിക് സർക്യൂട്ടുകളെ നമ്മൾ പറയുന്ന പേരാണ് ലോജിക് ഗേറ്റുകൾ. അപ്പോൾ ഓറിന്റെ ഗേറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ദാണ്ട് ഈ ഒരു സിമ്പൽ ഉപയോഗിച്ചാണ്. ഈ ഒരു സിമ്പൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഈ ഒരു സിമ്പലാണ് നമ്മൾ ഓർ ഗേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പൽ. ഇതാണ് ആ സിമ്പൽ. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നമുക്ക് 2 ഇൻപുട്ട് കാണാനായിട്ട് പറ്റും. ഏതൊക്കെയാണ്? ഈ എ എന്ന് പറയുന്ന ഇൻപുട്ടും അതുപോലെ ബി എന്ന് പറയുന്ന ഇൻപുട്ടും 2 ഇൻപുട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ y = a + b എന്നാണ് എഴുതിയിരിക്കുന്നത്. y = a + b. അപ്പോൾ 2 ഇൻപുട്ട് ഉള്ള ഒരു സർക്യൂട്ടിന്റെ സിമ്പിളാണ് ഇത്. ശരിക്കും ഓർ എന്ന് പറയുന്ന സർക്യൂട്ടിന്റെ, അതായത് ഗേറ്റിന്റെ സിമ്പിളാണ് എഴുതിയിരിക്കുന്നത്. ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ ഓർ ഗേറ്റ് വരയ്ക്കേണ്ടത്. എക്സാമിന് ഓർ ഗേറ്റിന്റെ സിമ്പിൾ വരയ്ക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഡയഗ്രാം വരയ്ക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡയഗ്രാമാണ് വരയ്ക്കേണ്ടത്. ഇതിനിപ്പോൾ 2 ഇൻപുട്ടാണ് ഉള്ളത്, എയും ബിയും. എത്ര ഇൻപുട്ട് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. എയും ബിയും സിയും അങ്ങനെ എത്ര ഇൻപുട്ട് വേണമെങ്കിലും കൊടുക്കാം. ഇത് 2 ഇൻപുട്ട് മാത്രമുള്ള ഒരു ഗേറ്റാണ്. ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ ഓർ ബി ആണ്. ഇത് ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിന് ഒരു എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ അതാണ്ട് ഈ സിമ്പൽ കൊടുത്തേക്കുന്നത്. ഇതൊരു ഇലക്ട്രോണിക് സർക്യൂട്ടാണ്. ഓറിന്റെ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടാണ്. ഇത് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിന്റെ 2 ഇൻപുട്ടാണ് ഉള്ളത്. ഏതൊക്കെയാണ്? എയും ബിയും. ഇതിന്റെ ഔട്ട്പുട്ട് പോകുന്നത് ഈ വഴിക്കാണ്. അതിൽ നമ്മളൊരു LED ബൾബിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഇത് നമ്മുടെ ഓർ ഗേറ്റ് ആണ്. 2 ഇൻപുട്ടാണ് ഉള്ളത്. ഏതൊക്കെയാണ്? എ എന്നും ബി എന്നും ഉള്ള 2 ഇൻപുട്ടാണ് ഉള്ളത്. അതിന്റെ ഔട്ട്പുട്ട് പോകുന്നതാണ്ട് ഈ വഴിക്കാണ്. ഈ വഴിക്കാണ് അതിന്റെ ഔട്ട്പുട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ എന്ത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്? ഒരു LED ബൾബ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ LED ബൾബ് എപ്പോൾ കത്തും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എപ്പോഴാണ് ഈ LED ബൾബ് കത്തുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എയിലൂടെ കറണ്ട് കടത്തി വിടുന്നു എന്നിരിക്കട്ടെ. എയിലൂടെ കറണ്ട് കടത്തി വിടുന്നു.
ബിയിലൂടെ കറണ്ട് കടത്തി വിടുന്നില്ല. അതായത് എയിലൂടെ കറണ്ട് കടത്തി വിടുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എയുടെ സ്റ്റേറ്റ് ഇപ്പോൾ 1 ആണ്. ബിയിലൂടെ നമ്മൾ ഇലക്ട്രിസിറ്റി കടത്തി വിടുന്നില്ല. അപ്പൊ ബിയുടെ സ്റ്റേറ്റ് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ബൾബ് കത്തുമോ? കത്തും. അതായത് എ 1ഉം ബി 0യും ആണ്. അങ്ങനെയാണെങ്കിൽ ഓറിന്റെ ഔട്ട്പുട്ട് എന്താണ്? ഈ ട്രൂത്ത് ടേബിളിലോട്ടൊന്ന് നോക്കിയേ. എ എന്ന് പറയുന്നത് 1ഉം ബി എന്ന് പറയുന്നത് 0യും ആണെങ്കിൽ ഇവിടെ 1 ആണ് അതിന്റെ ഔട്ട്പുട്ട്. അതായത് ഇതുവഴി കറണ്ട് കടന്നു വരും. ഈ ബൾബ് കത്തും. ഇനി എയിലൂടെയും ബിയിലൂടെയും നമ്മൾ കറണ്ട് കടത്തി വിട്ടാൽ എന്ത് സംഭവിക്കും? A1ഉം B1 എന്നും നമ്മൾ പറയും. അപ്പൊ A1ഉം അതുപോലെ B1 എന്ന് പറഞ്ഞാലും എന്ത് സംഭവിക്കും? അതിന് ഔട്ട്പുട്ട് ഉണ്ട്. A1ഉം B1 എന്ന് പറഞ്ഞാലും എന്ത് ചെയ്യും? അതിന് ഔട്ട്പുട്ട് ഉണ്ട്. അതുകൊണ്ട് ഈ ബൾബ് കത്തും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ബൾബ് എപ്പോഴാണ് കത്താതിരിക്കുന്നത്? ഈ ബൾബ് കത്താതിരിക്കാൻ ഒരു സാഹചര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ എയിലൂടെയും കറണ്ട് കടത്തി വിടുന്നില്ല, ബിയിലൂടെയും കറണ്ട് കടത്തി വിടുന്നില്ല. അതായത് രണ്ടും 0 ആണെങ്കിൽ മാത്രമേ ഈ ബൾബ് കത്താതിരിക്കൂ. അപ്പോൾ ഈ ഓർ ഗേറ്റ് ഈ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓർ ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. ഓർ ഓപ്പറേഷനെ നമ്മൾ ലോജിക്കൽ അഡിഷൻ എന്ന് പറയാറുണ്ട്. ലോജിക്കൽ അഡിഷൻ, അതായത് ഇത് കൂട്ടുന്നത് പോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഒരിക്കലും 0 അല്ലെങ്കിൽ 1, അതിനപ്പുറത്തോട്ട് ഒരെണ്ണം വരൂല. അതുകൊണ്ടാണ് ലോജിക്കൽ അഡിഷൻ എന്ന് പറയാൻ കാര്യം. അല്ലെങ്കിൽ നമ്മൾ അഡിഷൻ എന്ന് പറയാമായിരുന്നു. അപ്പോൾ ഇത് ഏത് രീതിയിലാണ് ഓർ ഓപ്പറേഷൻ വർക്ക് ചെയ്യുന്നത്? ഓർ ഓപ്പറേഷന്റെ ഇൻപുട്ടുകളിൽ ഏതെങ്കിലും ഒരെണ്ണം ഓൺ ആണെങ്കിൽ, അതായത് 1 ആണെങ്കിൽ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോളണം. ഓർ ഗേറ്റിന്റെ അല്ലെങ്കിൽ ഓർ ഓപ്പറേറ്ററിന്റെ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് ഉറപ്പായിട്ടും എന്തായിരിക്കും? 1 ആയിരിക്കും. അതായത് ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഉണ്ടെങ്കിൽ അതിന് ഔട്ട്പുട്ട് ഉണ്ടാവും. എല്ലാ ഇൻപുട്ടുകളും 0 ആണെങ്കിൽ മാത്രമേ അതിന്റെ ഔട്ട്പുട്ട് 0 ആവുകയുള്ളൂ. ഈ രീതിയിലാണ് ഏത് വർക്ക് ചെയ്യുന്നത്? ഓർ ഗേറ്റ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓർ ഓപ്പറേറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓർ ഓപ്പറേറ്റർ ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു ഓപ്പറേറ്റർ ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് മറ്റ് ഓപ്പറേറ്റേഴ്സിന്റെ കാര്യവും നമുക്ക് എളുപ്പത്തിൽ പറയാനായിട്ട് പറ്റും. ഒരു ഓപ്പറേറ്റർ പഠിക്കാനേ ഉള്ളൂ നമുക്ക് ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചറവറ പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഓർ ഓപ്പറേറ്ററിനെ പറ്റി നമ്മൾ 2-3 കാര്യങ്ങൾ പറഞ്ഞു. പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞെന്ന് പറയുന്നത് ഓറിന്റെ ട്രൂത്ത് ടേബിൾ ആണ്. അല്ലെ, ഈ കാണുന്നതാണ് ഓറിന്റെ ട്രൂത്ത് ടേബിൾ. അപ്പോൾ എന്താണ് ട്രൂത്ത് ടേബിൾ എന്ന് നമ്മൾ പറഞ്ഞു. ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞാൽ ഒരു ബൂലിയൻ ഓപ്പറേഷനും അതിന്റെ വാല്യൂസും കാണിക്കുന്ന ഒരു ടേബിൾ, അതിനെയാണ് നമ്മൾ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. ഓറിന്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ കണ്ടു. അതായത് 2 ഇൻപുട്ട്, എ എന്നും ബി എന്നും പറയുന്ന 2 ഇൻപുട്ട് നമ്മൾ പറഞ്ഞു. എന്നിട്ട് എ ഓർ ബി എന്താവും എന്നാണ് നമ്മൾ പറഞ്ഞത്, അല്ലെ. അപ്പോൾ എയും ബിയും 2 ഇൻപുട്ട് മാത്രമേ ഉള്ളെങ്കിൽ അതിന് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള 4 കോമ്പിനേഷനേ ഉള്ളൂ. 0 0 0 1 1 0 1 1. ഇനി ഈ ഓരോ കോമ്പിനേഷനും എന്താണ് അതിന്റെ ഔട്ട്പുട്ട് എന്ന് നമ്മൾ കണ്ടു. ആദ്യത്തെ 0 0ക്ക് മാത്രമാണ് ഔട്ട്പുട്ട് 0 വരുന്നത്. ബാക്കിയുള്ള എല്ലാ കോമ്പിനേഷനും ഔട്ട്പുട്ട് 1 ആണ്. അതായത് ഓർ ഓപ്പറേറ്റർ ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്? ഇൻപുട്ടുകളിൽ ഏതെങ്കിലും ഒരെണ്ണം ഓൺ ആണെങ്കിൽ, ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആണെങ്കിൽ, ഏതെങ്കിലും ഒരെണ്ണം യെസ് ആണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഓൺ ആയിരിക്കും, യെസ് ആയിരിക്കും, ട്രൂ ആയിരിക്കും. എല്ലാ ഇൻപുട്ടുകളും ഓഫ് ആണെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കൂ? അതിന്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ഇവിടെ ഈ പടം കണ്ടത്. അപ്പോൾ ഓറിന്റെ ലോജിക്കൽ ഡയഗ്രാം ഇങ്ങനെയാണ്. ഓർ ഗേറ്റിന്റെ സിമ്പൽ ഇങ്ങനെയാണ്. ഇതിന്റെ ഒരു എന്താണ് ഗേറ്റ് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. ഓർ ഓപ്പറേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇലക്ട്രോണിക് സർക്യൂട്ടിനെയാണ് നമ്മൾ ഗേറ്റ് എന്ന് പറയുന്നത്. അതിന്റെ സിമ്പൽ ഇതാണ്. അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മൾ ഈ കണ്ടത്. ഇതൊരു ഓർ ഗേറ്റ് ആണ്. ഇതിന് 2 ഇൻപുട്ടുകളുണ്ട്, എയും ബിയും. ഔട്ട്പുട്ടിനെ നമ്മൾ എടുത്ത് ഒരു LED ബൾബുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ LED ബൾബ് എപ്പോഴൊക്കെ കത്തും? എയിലൂടെ കറണ്ട് വന്നാലും കത്തും, ബിയിലൂടെ കറണ്ട് വന്നാലും കത്തും, എയിലൂടെയും ബിയിലൂടെയും കറണ്ട് വന്നാലും കത്തും, അല്ലെ. എയിലൂടെയും ബിയിലൂടെയും 2 ഇൻപുട്ടിലൂടെയും കറണ്ട് വന്നില്ലെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇത് കത്താതിരിക്കുകയുള്ളൂ. 2 ഇൻപുട്ടിലൂടെയും കറണ്ട് വന്നില്ലെങ്കിൽ മാത്രമേ ഇത് കത്താതിരിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഓർ ഗേറ്റ്. ഇപ്പോൾ ഓർ ഗേറ്റിനെ നമ്മൾ എന്തെന്നും പറയുന്നു? ഓർ ഗേറ്റിനെ നമ്മൾ ലോജിക്കൽ അഡിഷൻ എന്നും പറയുന്നു. അപ്പോൾ 0 ഓർ 0 എന്താണ്? 0 ഓർ 0 അത് 0 + 0 തന്നെയാണ് 0. ഇനി 0 ഓർ 1 എന്താണ്? 0 ഓർ 1 അത് 0 + 1 തന്നെയാണ് 1.
ഇനി 1 ഓർ 0 എന്താണ്? അത് 1 പ്ലസ് 0 പോലെ തന്നെയാണ് 1. ഇനി 1 പ്ലസ് 1 എന്താണ്? അല്ലെങ്കിൽ 1 ഓർ 1. 1 ഓർ 1 എന്ന് പറയുന്നത് 1 പ്ലസ് 1 പോലെയാണ്, പക്ഷെ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 1 ആയിരിക്കും, 2 അല്ല, 1 ആയിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് ഓർ ഗേറ്റ് വർക്ക് ചെയ്യുന്നത്. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കട്ടെ, 1 ഓർ 0 ഓർ 1 എന്തായിരിക്കും? 1 ഓർ 0 ഓർ 1 അതെന്തായിരിക്കും? 1 ഓർ 0 ഓർ 1. 1 ഓർ 0 ഓർ 1 ഇതെന്തായിരിക്കും ഇതിന്റെ ആൻസർ? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതായത് ഇവിടെ 3 ഇൻപുട്ട് ഉണ്ട് അല്ലെ, 1 0 1 ഇങ്ങനെ 3 ഇൻപുട്ട് ഉണ്ട്. 3നെ ഓർ വെച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓറിന്റെ പ്രത്യേകത നമുക്കറിയാം, ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ ആൻസർ നോക്കണ്ട. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 തന്നെ ആയിരിക്കും. അപ്പോൾ 1 ഓർ 0 ഓർ 1 എന്ന് പറയുന്ന 1 ആയിരിക്കും. 1 ഓർ 0 ഓർ 1 ഓർ 0 ഓർ 1 എത്രയെന്ന് ചോദിച്ചാൽ അത് 1 ആയിരിക്കും. ഒരിടത്ത് 1 വന്നാൽ എല്ലാം 1 ആയിരിക്കും. ഈ 0 ആവുന്ന എപ്പോഴാണ്? എല്ലാ ഇൻപുട്ടുകളും 0 ആവുമ്പോൾ മാത്രമാണ് അതിന്റെ ഔട്ട്പുട്ട് 0 ആകുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഓർ ഗേറ്റ് വർക്ക് ചെയ്യുന്നത്. ശരി, അപ്പോൾ നമ്മൾ പഠിച്ച ഒന്നാമത്തെ ബേസിക് ഗേറ്റ് ആണ് ഓർ എന്ന് പറയുന്ന ബേസിക് ഗേറ്റ്. ഇനി നമ്മളെടുത്ത രണ്ടാമത്തെ ബേസിക് ഗേറ്റ് എന്ന് പറയുന്നത് ആൻഡ് ആണ്. ആൻഡ് ഓപ്പറേറ്റർ അല്ലെ, രണ്ടാമത്തെ ഓപ്പറേറ്റർ ഏതാണ്? ആൻഡ് ഓപ്പറേറ്റർ. ഇവിടെ ഈ ആൻഡിന്റെ ട്രൂത്ത് ടേബിൾ കൊടുത്തിട്ടുണ്ട്. 2 ഇൻപുട്ട് ഉള്ള ട്രൂത്ത് ടേബിൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കിയേ, എ ബി എന്ന് പറയുന്ന 2 ഇൻപുട്ടാണ്. അപ്പോൾ അതിന്റെ പോസിബിൾ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് ഇത്രയാണ്. നമ്മൾ പറഞ്ഞു 0 0 0 1 1 0 1 1. ഇനി അത് ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് നോക്കിയേ. ഇതിന്റെ ആൻസർ നിങ്ങളൊന്ന് നോക്കിയേ. A0 B0 ആകുമ്പോൾ ഔട്ട്പുട്ട് 0 ആണ്. അതായത് എയും ബിയും ഇല്ലെങ്കിൽ ഔട്ട്പുട്ട് ഇല്ല. അതുപോലെ എ 0ഉം ബി 1ഉം ആണെങ്കിലും ഔട്ട്പുട്ട് 0 ആണ്. അതായത് എയിലൂടെ ഒന്നുമില്ല, എന്നാൽ ബിയിലൂടെ ഉണ്ട്, പക്ഷെ അപ്പോഴും ഔട്ട്പുട്ട് 0 ആണ്. ഇനി A1 B0 അപ്പോഴും ഔട്ട്പുട്ട് 0 ആണ്. എയിലൂടെ ഇൻപുട്ട് ഉണ്ട്, എന്നാൽ ബിയിലൂടെ ഇൻപുട്ട് ഇല്ല, അപ്പോഴും ഔട്ട്പുട്ട് 0 ആണ്. ഇനി A1ഉം B1ഉം ആകുമ്പോൾ മാത്രമാണ് ഇതിന് ഔട്ട്പുട്ട് ഉള്ളത്. അതായത് നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഒരു 2 ഇൻപുട്ടുള്ള ട്രൂത്ത് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഔട്ട്പുട്ട് ഉള്ളത് എപ്പോൾ മാത്രമാണ്? 2 ഇൻപുട്ടും 1 ആണെങ്കിൽ മാത്രമേ ഇവിടെ എന്തുള്ളൂ? ഇവിടെ ഔട്ട്പുട്ട് ഉള്ളൂ. 2 ഇൻപുട്ടും 1 ആണെങ്കിൽ മാത്രമാണ് ഇവിടെ ഔട്ട്പുട്ട് ഉള്ളത്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഔട്ട്പുട്ട് എന്താണ്? 0 ആണ് അല്ലെ. നമ്മൾ ഓർ ഗേറ്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ ഘടക വിപരീതമാണ് ഏത്? ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. ഓറിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 കിട്ടും. എന്നാൽ ആൻഡ് ഗേറ്റ് എന്താണ്? ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയി പോകും. എല്ലാ ഇൻപുട്ടും 1 ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യൂ? അതിന്റെ ഔട്ട്പുട്ട് 1 ആവും. ഇതാണ് ആൻഡ് അല്ലെ. ഓറിനെ നമ്മൾ ഓ എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറയുന്നു യു ഓർ യുവർ ഫാദർ ഷുഡ് കം എന്ന് പറഞ്ഞാൽ അല്ലെ, നിങ്ങളോ നിങ്ങളുടെ അച്ഛനോ വരണമെന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുകിൽ നിങ്ങൾ വരണോ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ വരണോ, ഇവ രണ്ടുപേരും വന്നാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ പറയാണ്, യു ആൻഡ് യുവർ ഫാദർ എന്ന് പറയാണ്. നിങ്ങളും നിങ്ങളുടെ അച്ഛനും വരണം എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? നിങ്ങളും വരണം, അതുപോലെ നിങ്ങളുടെ അച്ഛനും വരണം. അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു എക്സാമ്പിൾ പറയണം, എന്താണ്? സയൻസിലോ കൊമേഴ്സിലോ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ നിൽക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? സയൻസിൽ പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും മതി, കൊമേഴ്സിൽ പഠിക്കുന്ന ആളാണെങ്കിലും മതി അല്ലെ, ആരാണെങ്കിലും മതി. എന്നാൽ നമ്മൾ ഈ സയൻസിലും കൊമേഴ്സിലും പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടും കൂടെ പഠിക്കുന്ന ആളാണെങ്കിൽ മാത്രമേ നിൽക്കാനായിട്ട് പറ്റൂ. അപ്പോൾ ഇതാണ് ആൻഡ് ഗേറ്റിന്റെ പ്രത്യേകത. ഇനി നമ്മൾ ഓർ ഗേറ്റിന്റെ ലോജിക്കൽ സിമ്പൽ റെപ്രസെന്റ് ചെയ്ത പോലെ, ഡയഗ്രം റെപ്രസെന്റ് ചെയ്ത പോലെ ആൻഡ് ഗേറ്റിന് ഒരു സിമ്പൽ ഉണ്ട്. അത് ഇങ്ങനെയാണ്. ഈ ഓർ ഗേറ്റും ആൻഡ് ഗേറ്റും തമ്മിലുള്ള ആ ഡയഗ്രത്തിൽ വരുന്ന വ്യത്യാസം ഒന്ന് നോക്കിക്കേ. ഇതാണ് ഓർ ഗേറ്റ്. ഓർ ഗേറ്റിന്റെ സിമ്പൽ ഏതാണ്ട് ഇങ്ങനെയായിരുന്നു. ആ ഷേപ്പിൽ വ്യത്യാസമുണ്ട്. ആൻഡ് ഗേറ്റ് വരുമ്പോൾ അത് ഈ രീതിയിലാണ് ആൻഡ് ഗേറ്റിന്റെ സിമ്പൽ. ഇങ്ങനെ തന്നെ വരയ്ക്കണം. എക്സാമിന് ഇതിന്റെ ലോജിക്കൽ ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കുന്നതാണ്. അപ്പോഴത് മാറിപ്പോകരുത്. ഈ രീതിയിലാണ്. ഇതാ ഇവിടെ 2 ഇൻപുട്ട് ഉണ്ട്, എ അതുപോലെ ബി, എന്നിട്ട് ഇതാ ഇവിടെ ഒരു ഔട്ട്പുട്ട് ഉണ്ട്, വൈ. നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഡോട്ട് എന്നാണ് കേട്ടോ. ഈ ആൻഡ് ഓപ്പറേറ്ററിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഡോട്ട് എന്നാണ്. ഇതിനെ നമ്മൾ മറ്റൊരു പേര് കൂടെ വിളിക്കും, എന്താണ്? ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് കൂടെ വിളിക്കും. അതിന് കാര്യം ദയവ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഏതാണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെയാണ് അല്ലെ. A0 B0, 0 ഗുണം 0 നമുക്കറിയാം 0 ആണ്, 0 ഗുണം 1 0 ആണ്, 1 ഗുണം 0 0 ആണ്, 1 into 1 1 ആണ്.
അപ്പൊ ഏതാണ്ട് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെയാണ് ആൻഡ് ഓപ്പറേഷനും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആൻഡ് ഓപ്പറേറ്ററിനെ നമ്മൾ ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ എന്നും കൂടെ പറയുന്നത്. അപ്പോൾ ഈ ആൻഡ് റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഡോട്ട് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഉപയോഗിക്കും. ഡോട്ട്. ഓറിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ പ്ലസ് ഉപയോഗിച്ചതുപോലെ ആൻഡിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഡോട്ട് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഉപയോഗിക്കും. അപ്പോൾ എന്താണ് ആൻഡിന്റെ പ്രത്യേകത? എല്ലാ ഇൻപുട്ടും ഓൺ ആണെങ്കിൽ മാത്രമേ ആൻഡിന് ഔട്ട്പുട്ട് ഉള്ളൂ. ഏതെങ്കിലും ഒരു ഇൻപുട്ടെങ്കിലും ഓഫ് ആണെങ്കിൽ ആൻഡിന് എന്തില്ല? ഔട്ട്പുട്ട് ഇല്ല. അപ്പോൾ നമ്മൾ നേരത്തെ ഓർ ഗേറ്റിന്റെ ബൾബ് കത്തിച്ച എക്സാമ്പിൾ കണ്ടില്ലേ? അതിവിടെ ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ. ഈ വൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബൾബ് ഒട്ടിച്ചു വെച്ചേക്കുകയാണ്. ഇത് ആൻഡിന്റെ ലോജിക് ഗേറ്റ് ആണ്, ഇലക്ട്രോണിക് സർക്യൂട്ട് ആണ്. അപ്പോൾ ഈ വൈയുടെ ഭാഗത്ത് നമ്മളൊരു ബൾബ് കത്തിച്ചു വെച്ചേക്കുകയാണെങ്കിൽ ഇത് എപ്പോ മാത്രമേ കത്തൂ? എയിലൂടെയും കറണ്ട് വരണം, ബിയിലൂടെയും കറണ്ട് വരണം. രണ്ടിടത്തൂടെയും, എയിലൂടെയും കറണ്ട് വരണം, അതുപോലെ ബിയിലൂടെയും കറണ്ട് വരണം. രണ്ടിടത്തൂടെയും കറണ്ട് വന്നാൽ മാത്രമേ ഈ വൈയിൽ ഒട്ടിച്ചു വെച്ചേക്കുന്ന ബൾബ് കത്തൂ. ഏതെങ്കിലും ഒരു സ്ഥലത്തൂടെ കറണ്ട് വന്നില്ലെങ്കിലോ അല്ലെങ്കിൽ രണ്ടിടത്തൂടെയും കറണ്ട് വന്നില്ലെങ്കിലോ ഒരിക്കലും ആ ബൾബ് കത്തൂല. ഇതാണ് ആൻഡ് ഗേറ്റ്. അപ്പോൾ ആൻഡ് ഓപ്പറേഷൻ എങ്ങനെയെന്ന് മനസ്സിലായല്ലോ. എല്ലാ ഇൻപുട്ടുകളും 1 ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് 1 ആവൂ. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആയി പോയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായി പോകും? 0 ആയി പോകും. ഇതാണ് ആൻഡ് ഓപ്പറേഷൻ. ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇലക്ട്രോണിക് സർക്യൂട്ടിനെ നമ്മൾ ആൻഡ് ഗേറ്റ് എന്ന് പറയും. നമ്മളത് ഈ കൊടുത്തേക്കുന്നതാണ് അതിന്റെ സിമ്പൽ. അപ്പോൾ ഇത്രയും കാര്യം ആൻഡിനെ സംബന്ധിച്ച് ഓർമ്മിച്ചോളുക. ആൻഡിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഡോട്ട് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഉപയോഗിക്കും. എ ആൻഡ് ബി എന്ന് എഴുതാറുണ്ട്. ആൻഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ ഡോട്ടും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ആൻഡും അതുപോലെ ഓറും ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് കണ്ടു അല്ലെ. ഓർ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? ഏതെങ്കിലും ഒരു ഇൻപുട്ടെങ്കിലും ഓൺ ആണെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ട്. ആൻഡ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാ ഇൻപുട്ടുകളും ഓൺ ആണെങ്കിൽ മാത്രമേ അതിന് ഔട്ട്പുട്ട് ഉള്ളൂ അല്ലേ. ഇനി അവസാനം നമ്മൾ പഠിക്കുന്ന ഗേറ്റ് ആണ് അല്ലെങ്കിൽ ഓപ്പറേറ്റർ ആണ് നോട്ട് ഓപ്പറേറ്റർ. നോട്ട് എന്ന് പറയുന്ന ഓപ്പറേറ്റർ, നോട്ട് ഓപ്പറേറ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പൽ വേണ്ടതാണ്. അതായത് ഒരു ട്രയാങ്കിളും അല്ലെ, ഒരു ട്രയാങ്കിളും അതിന്റെ അറ്റത്ത് ഒരു ചെറിയൊരു സീറോ സിമ്പലും ഉണ്ട്. ഒരു ട്രയാങ്കിളും ഉണ്ട്, അതിന്റെ അറ്റത്തൊരു സീറോ സിമ്പലും വരും. ഇതാണ് നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ ട്രൂത്ത് ടേബിൾ താണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരൊറ്റ വേരിയബിൾ മാത്രമേ ഉള്ളൂ. അതിന് കാരണം എന്ന് പറയുന്നത് നോട്ട് എന്ന് പറയുന്ന ഗേറ്റ് ഒരേ ഒരു ഇൻപുട്ടിനെ മാത്രമേ എടുക്കൂ. നോട്ട് എന്ന് പറയുന്ന ഗേറ്റ് ഒരേ ഒരു ഇൻപുട്ടിനെ മാത്രമേ എടുക്കൂ. മനസ്സിലാവുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ നോട്ടിനെ യൂനറി ഓപ്പറേറ്റർ എന്ന് പറയും. എന്താ പറയും? യൂനറി ഓപ്പറേറ്റർ. അതായത് അതിന് ഒരൊറ്റ ഇൻപുട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പം എ എന്നും ബി എന്നും 2 ഇൻപുട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ആ 2 ഇൻപുട്ടിനെയും കൂടെ ചേർത്ത് ഒന്നാക്കി കൊടുക്കേണ്ടി വരും. 2 ഇൻപുട്ടിനെ നമ്മൾ ഏതെങ്കിലും ഒരു സംവിധാനം ഉപയോഗിച്ച് കണക്ട് ചെയ്ത് അതിനെ ഒരു ഇൻപുട്ട് ആക്കിയതിന് ശേഷമേ നമുക്ക് നോട്ടിലോട്ട് കൊടുക്കാൻ പറ്റൂ. കാരണം നോട്ട് എന്ന് പറയുന്നത് ഒരേ ഒരു ഇൻപുട്ടിനെ മാത്രമേ അക്സെപ്റ്റ് ചെയ്യൂ. അതേസമയം ആൻഡ് ഓറും എത്ര ഇൻപുട്ട് വേണമെങ്കിലും അക്സെപ്റ്റ് ചെയ്യും കേട്ടോ. നമ്മൾ ഈ പഠിച്ച എക്സാമ്പിളിന്റെ അകത്ത് ആൻഡിനും ഓറിനും 2 ഇൻപുട്ടേ നമ്മൾ പറഞ്ഞോളൂ. 2 ഇൻപുട്ട് അല്ല, 3 ആണെങ്കിലും 4 ആണെങ്കിലും 5 ആണെങ്കിലും എല്ലാം അത് അക്സെപ്റ്റ് ചെയ്യും. ഉദാഹരണത്തിന് ആൻഡ് ഗേറ്റിന് 5 ഇൻപുട്ട് ഉണ്ടെന്നിരിക്കട്ടെ. എ ബി സി ഡി ഇ ഇങ്ങനെ 5 ഇൻപുട്ട് ഉണ്ടെന്നിരിക്കട്ടെ. എപ്പോൾ മാത്രമാണ് അതിന് ഔട്ട്പുട്ട് ഉണ്ടായിരിക്കുന്നത്? എയിലൂടെയും കറണ്ട് പോകണം, ബിയിലൂടെയും കറണ്ട് പോകണം, സിയിലൂടെയും പോകണം, ഡിയിലൂടെയും പോകണം, ഇയിലൂടെയും പോകണം. ഈ എ മുതൽ ഇ വരെയുള്ള എല്ലാ ഇൻപുട്ടും ഓൺ ആണെങ്കിൽ മാത്രമേ ആൻഡ് ഓൺ ആവൂ. ഇനി അതിന്റെ സ്ഥാനത്ത് ഓർ ആണെങ്കിൽ എ മുതൽ ഇ വരെ 5 ഇൻപുട്ട് ഉണ്ടെന്നിരിക്കട്ടെ. അത് ഓർ ആണെങ്കിൽ എന്താണ്? ഏതെങ്കിലും ഒന്നിൽ കൂടെ എങ്കിലും ഈ പറയുന്ന എന്താണ് ഇൻപുട്ട് ഉണ്ടെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. എന്നാൽ നോട്ട് ഗേറ്റിനെ സംബന്ധിച്ച് ഇവിടെ ഒരൊറ്റ ഇൻപുട്ട് മാത്രമേ നോട്ട് ഗേറ്റിന് ഉണ്ടാവൂ. അതാണ് നോട്ടിന്റെ പ്രത്യേകത. അതൊരു യൂനറി ഓപ്പറേറ്റർ ആണ്. ഇവിടെ ഒരൊറ്റ ഇൻപുട്ടേ ഉള്ളൂ. ഇനി ഇതിന്റെ പ്രത്യേകത നമ്മൾ ഇതിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇൻപുട്ട് ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് കാണൂല, ഇൻപുട്ട് ഇല്ലെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ട്. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇൻപുട്ട് ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഇല്ല, ഇൻപുട്ട് ഇല്ലെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നോട്ട് ഓപ്പറേറ്ററിനെ ഇൻവെർട്ടർ എന്നും പറയാറുണ്ട് കേട്ടോ. നോട്ട് ഓപ്പറേറ്ററിനെ നമ്മൾ ഇൻവെർട്ടർ എന്നും പറയാറുണ്ട്. ഇൻവെർട്ടർ എന്താണ്? ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലൊക്കെ നമുക്ക് ഇൻവെർട്ടർ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. എന്താണ് ഇൻവെർട്ടർ? നമ്മൾ കറണ്ട് പോകുമ്പോൾ അത് കത്തും, കറണ്ട് വരുമ്പോഴെന്ത് ചെയ്യൂല, അത് കത്തൂല അല്ലെ. നമ്മൾ ഇൻവെർട്ടർ ഓൺ ആക്കിയാണ് വെച്ചിരിക്കുന്നത്, പ്ലഗ് കൊടുത്താണ് ഇട്ടേക്കുന്നതെങ്കിൽ
എപ്പോഴാണോ അതിലോട്ട് സപ്ലൈ പോകുന്നത് അപ്പോഴതൊരിക്കലും കത്തൂല. അതിലോട്ടുള്ള സപ്ലൈ എപ്പോഴാണോ കട്ടാകുന്നത് അപ്പോൾ മാത്രമേ അത് കത്തൂ. അപ്പോൾ അതുപോലെയാണ് നോട്ട് ഗേറ്റും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നോട്ട് ഗേറ്റ് നമ്മൾ എന്താ പറയാറുണ്ട്? ഇൻവെർട്ടർ എന്ന് പറയാറുണ്ട്. എയിലൂടെ സപ്ലൈ ഉണ്ടെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് കാണൂല, സപ്ലൈ ഇല്ലെങ്കിൽ കാണും. അതിനെയാണ് നമ്മൾ ഈ കോംപ്ലിമെന്റ് എന്നുള്ള രീതിയിലാണ് അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സി ഈക്വൽ ടു എ കോംപ്ലിമെന്റ് എന്ന് എഴുതിയിരിക്കുന്ന കാണുന്നുള്ളൂ. സി ആണ് നമ്മളിവിടെ ഔട്ട്പുട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോഴെന്താണ് സി എന്ന് പറയുന്നത്? ഈ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ എന്താണ് മറുപുറം അല്ലെങ്കിൽ അതിന്റെ എതിർഭാഗം എന്നുള്ളതാണ്. ഇവിടെ 1ന്റെ എതിർഭാഗം 0 ആണ്, 0യുടെ എതിർഭാഗം 1 ആണ്. ഇതല്ലാതെ മറ്റൊരവസ്ഥ ഇല്ല. അപ്പൊ സി എന്ന് പറയുന്നത് എന്താണ്? 1 ആണെങ്കിൽ, ഇപ്പൊ ഈ ട്രൂത്ത് ടേബിളിലോട്ട് നിങ്ങളൊന്ന് നോക്കി, എക്ക് 2 വാല്യൂ ഉണ്ട്, 0യും 1ഉം. എ എന്ന് പറയുന്ന 0 ആണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. എ എന്ന് പറയുന്ന 1 ആണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് ഏത് വർക്ക് ചെയ്യുന്നത്? ഈ രീതിയിലാണ് നോട്ട് ഓപ്പറേറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നോട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എന്താണ്? അതൊരു യൂനറി ഓപ്പറേറ്റർ ആണ്. എന്തുകൊണ്ടാണ് ഈ നോട്ടിനെ യൂനറി ഓപ്പറേറ്റർ എന്ന് പറയാൻ കാര്യം? അത് ഒരൊറ്റ ഇൻപുട്ട് മാത്രമേ എടുക്കൂ. ഇനി ഒന്നിൽ കൂടുതൽ ഇൻപുട്ടുകൾ ഉണ്ടെങ്കിൽ ആ ഇൻപുട്ടുകളെ ഏതെങ്കിലും ഇപ്പൊ ആൻഡോ ഓറോ ഒക്കെ വെച്ച് നമ്മൾ കണക്ട് ചെയ്ത് ഒറ്റ ഇൻപുട്ടാക്കി വേണം നമ്മൾ ഏതിലോട്ട് കൊടുക്കാൻ? നോട്ടിലോട്ട് കൊടുക്കാൻ. നോട്ട് ചെയ്യുന്നത് എന്താണ്? എന്താണോ അതിന്റെ ഇൻപുട്ട് അത് ഇൻവേർട്ട് ചെയ്യും, അല്ലെ, തിരിക്കും. ഓൺ ആണെങ്കിൽ ഓഫ് ആക്കും, ഓഫ് ആണെങ്കിൽ ഓൺ ആക്കും. അപ്പോൾ ഇതാണ് നോട്ട് ഗേറ്റ്. അപ്പോൾ ബൂലിയൻ ആൾജിബ്രയുടെ ബേസിക് ഓപ്പറേറ്റേഴ്സ് ആയിട്ടുള്ള ആൻഡ് ഓർ നോട്ട് ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് കുറച്ചുകൂടെ എളുപ്പത്തിന് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു എക്സാമ്പിൾ ഇവിടെ കാണിക്കാം, കാണുക. ഇവിടെ നമ്മൾ ആദ്യം കാണുന്നതെന്ന് പറയുന്നത് ഒരു നോട്ട് ഗേറ്റ് ആണ്. അപ്പൊ നോട്ട് ഗേറ്റ് ഏത് രീതിയിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പൊ നോട്ടിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ സ്വിച്ച് കാണാനായിട്ട് പറ്റും, അല്ലേ? ഇപ്പൊ സ്വിച്ച് എന്ന് പറയുന്നത് ഓൺ ആണെങ്കിൽ ബൾബ് ഒരിക്കലും കത്തൂല. എന്നാൽ സ്വിച്ച് എന്ന് പറയുന്നത് ഓഫ് ആണെങ്കിൽ ബൾബ് കത്തും. അതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. സ്വിച്ച് എന്ന് പറയുന്നത് ഓൺ ആണെങ്കിൽ ബൾബ് കത്തൂല, സ്വിച്ച് എന്ന് പറയുന്നത് ഓഫ് ആണെങ്കിൽ ബൾബ് കത്തും. ഇനി ഓർ ഗേറ്റ് ആണ് നമ്മളിവിടെ അടുത്തായിട്ട് കാണിച്ചിരിക്കുന്നത്. ആദ്യം 2 സ്വിച്ചും ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത് പോലെ 2 സ്വിച്ചും ഇപ്പോൾ ഓഫാണ്. 2 സ്വിച്ച് ഓഫ് ആകുമ്പോൾ എന്താണ്? ബൾബ് ഒരിക്കലും കത്തൂല, അല്ലെ? 2 ഇൻപുട്ടും ഓഫാണ്, അപ്പോൾ ബൾബ് ഒരിക്കലും കത്തൂല. ഇനി ആദ്യത്തെ ഇൻപുട്ട് ഇപ്പോൾ ഓൺ ആക്കി, അപ്പോൾ ബൾബ് കത്തി. അതുപോലെ രണ്ടാമത്തെ ഇൻപുട്ട് ഓൺ ആക്കിയാലും ബൾബ്, ഏതെങ്കിലും ഒരെണ്ണം ഓൺ ആണെങ്കിൽ ബൾബ് കത്തും. ഇനി ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ആൻഡ് ഓപ്പറേറ്റർ ആണ്. ആൻഡ് ഓപ്പറേറ്ററിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം, 2 ഓൺ ആണെങ്കിൽ മാത്രമേ ബൾബ് കത്തൂ. ഏതെങ്കിലും ഒരെണ്ണം ഓഫായി പോയി കഴിഞ്ഞാൽ ആ ബൾബ് കത്തില്ല. അപ്പോൾ ഈ രീതിയിലാണ് ആൻഡ് ഓർ നോട്ട് ഗേറ്റുകൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബൂലിയൻ ആൾജിബ്രയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള 3 ഓപ്പറേറ്റേഴ്സ് ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നിങ്ങളിത് ആവർത്തിച്ച് കണ്ടു നോക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആവർത്തിച്ച് കണ്ടു നോക്കുക. ഓറും ആൻഡും നോട്ടും ഇത് 3 ഓപ്പറേറ്റേഴ്സ് ആണ്. ഇത് വർക്ക് ചെയ്യുന്നത് ബൂലിയൻ വാല്യൂസിലാണ്, അതായത് 1 അല്ലെങ്കിൽ 0യിലാണ്. ഇത് 1ലും 0യിലും വർക്ക് ചെയ്ത് എങ്ങനെയാണ് അതിന്റെ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കുക. ആവർത്തിച്ച് കണ്ടു കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾസ്, ഡയഗ്രാംസ് ഏതൊക്കെയെന്ന് നോക്കുക. അത് വരച്ച് പഠിക്കുക. അത് പരീക്ഷയ്ക്ക് ചോദിക്കും. അത് അതിൻ്റെ അകത്ത് കാണുന്ന പോലെ തന്നെ വരയ്ക്കണം. ഷേപ്പിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. അപ്പോൾ ഓറിനെ എന്തുകൊണ്ട് ലോജിക്കൽ അഡിഷൻ എന്ന് പറയുന്നു, ആൻഡിനെ എന്തുകൊണ്ട് ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നു, നോട്ടിനെ എന്തുകൊണ്ട് നെഗേഷൻ എന്ന് പറയുന്നു എന്നുള്ള കാര്യം ഓർമ്മിക്കുക. നോട്ടിനെ നമ്മൾ ഇൻവെർട്ടർ എന്ന് പറയുന്നു, അത് എന്തുകൊണ്ടാണെന്ന് ഓർമ്മിക്കുക. നോട്ട് ഒരു യൂനറി ഓപ്പറേറ്റർ ആണെന്ന് പറയുന്നതിന്റെ കാര്യം എന്തുകൊണ്ടാണെന്ന് ഓർമ്മിക്കുക. ആൻഡും അല്ലെങ്കിൽ ഓറും ഇതിന്റെ രണ്ടിനും നമ്മൾ ബൈനറി ഓപ്പറേറ്റർ എന്ന് പറയും. ബൈനറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ അതിന് പ്രവർത്തിക്കാൻ മിനിമം 2 ഓപ്പറാൻഡ് വേണം. 2 ഓപ്പറാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ, 2 ഇൻപുട്ട് ഉണ്ടെങ്കിലേ അത് പ്രവർത്തിക്കുകയുള്ളൂ. മിനിമം, മാക്സിമം എത്ര വേണമെങ്കിലും വരാം, മിനിമം 2 ഇൻപുട്ട് വേണം. അതുകൊണ്ട് ഓറിനെയും ആൻഡിനെയും നമ്മൾ ബൈനറി ഓപ്പറേറ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ അകത്ത് പഠിച്ചത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗത്ത് സംശയം വരികയാണെങ്കിൽ ആവർത്തിച്ച് കണ്ടു നോക്കുക, മനസ്സിലാവും. ഈ ആൻഡ് ഓറും നോട്ടും കൃത്യമായിട്ട് മനസ്സിലായാൽ മാത്രമേ നമുക്കിനി മുന്നോട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്ര വരെയാണ് കാണുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലോട്ട് നോക്കാം. താങ്ക് യു.